നമസ്കാരം വിഷ്ണു. നമസ്കാരം അഭിലാഷ്. ഓക്കെ, ഞാൻ ഈ നമ്മള് ഫേസ്ബുക്കിൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുന്ന പരിപാടിയാണ്. അപ്പോ പുതുതായിട്ട് എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ ഡിസ്കഷൻ കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നി. അതുകൊണ്ടാണ് വിഷ്ണുവിനെ ഞാൻ ഒരു ഡിസ്കഷന് ക്ഷണിച്ചത്. നമ്മളിപ്പം മാർക്കറ്റിനെ പറ്റി എപ്പോഴും നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ ആളുകൾക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടല്ലോ. ഒരുപാട് ഡൗട്ടുകൾ മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങളുണ്ട്. പല ഏരിയയിൽ നിന്നും വിമർശനങ്ങളുണ്ട്. അപ്പൊ വിഷ്ണു അതെ അതെ വിഷ്ണു സ്ഥിരമായിട്ട് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ എഴുതുന്നതാണ്. അപ്പം സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴും ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ടോപ്പിക്കാണ് ഈ അസമത്വം എന്നുള്ളത്, ഇൻഇക്വാലിറ്റി എന്നുള്ളത്. വിഷ്ണു 1-2 പോസ്റ്റുകൾ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇൻഇക്വാലിറ്റിയെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. വിഷ്ണു എന്താണ് വിഷ്ണുവിന് ആ വിഷയത്തിൽ പറയാനുള്ളത്, ഇൻഇക്വാലിറ്റി പറ്റി? ബേസിക്കലി ഇൻഇക്വാലിറ്റി എന്ന് പറയുമ്പം ആൾക്കാരെ ഏറ്റവും വ്യാപകമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു നെറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണക്കാർ ഏറ്റവും കൂടുതൽ പണക്കാരായി മാറുന്നു. അതുകൊണ്ട് പാവപ്പെട്ടവർ വീണ്ടും വളരെ പാവപ്പെട്ടവരായി മാറുന്നു. ആ ഒരു നെറേറ്റീവാണ് ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെടുന്നത്. അതിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോജിക് എന്താണ്, അതിൽ സത്യം ഉണ്ടോ, ഫാക്ട് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ അത് പെട്ടെന്ന് ഭയങ്കര ഇമോഷണലി പെട്ടെന്ന് തന്നെ നമ്മളെ അഫക്റ്റ് ആവും. അപ്പൊ ബേസിക്കലി ഇത് എന്താ പറയാ, വെൽത്ത് ഒരു ഫിക്സഡ് പൈ ആണെന്നുള്ള ഒരു അസംപ്ഷൻ വെച്ചിട്ടാണ് ഈ ഒരു നെറേറ്റീവ് പോകുന്നത്. ആൾക്കാർ എപ്പോഴും വിചാരിക്കുക നമ്മുടെ പണക്കാർ കൂടുതൽ പണക്കാരാവുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക പാവപ്പെട്ടൊരു അത് കാരണമാണ് പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരായി മാറുന്നത് എന്നുള്ളത്. കാരണം സമ്പത്ത് എന്ന് പറയുന്ന സാധനം പണക്കാർക്ക് കിട്ടുന്ന പണം അത് പാവപ്പെട്ടവരിൽ നിന്ന് എടുത്തതാണ് എന്നുള്ള ഒരു അസംഷനിൽ നിന്നാണ് അത് വരുന്നത്. അതെ, ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്നുള്ളത് ആർക്കും അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. എപ്പോഴും വിചാരിക്കുക ആരെങ്കിലും ഒരാൾ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒരാളെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് ആൾക്കാർ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ബേസിക്കലി നമ്മൾ ഇവിടെ ഒരു കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആ കച്ചവടത്തിൽ ഏർപ്പെടുന്ന രണ്ട് കൂട്ടരും, അതിപ്പോ വാങ്ങുന്ന ആളായിക്കോട്ടെ വിൽക്കുന്ന ആളായിക്കോട്ടെ, രണ്ടുപേർക്കും ലാഭം ഉണ്ടാകുന്ന ഒരു ഏർപ്പാടാണ് കച്ചവടം എന്ന് പറയുന്നത്. അതുപോലെ കച്ചവടം മാത്രമല്ല, നമ്മൾ ഏതൊരു എന്താ പറയുക വോളണ്ടറി ഇന്ററാക്ഷൻ, നമ്മൾ സ്വമേധയായിട്ട് നമ്മുടെ താല്പര്യത്തോടെ നമ്മൾ എപ്പോഴൊക്കെ മറ്റുള്ളവരായിട്ട് സഹകരിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മുന്നേയുള്ള പൊസിഷനേക്കാട്ടും നമ്മൾ കൂടുതൽ മെച്ചപ്പെടുകയും. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാവുന്നു, അല്ലെങ്കിൽ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ എന്ത് രീതിയിലായിക്കോട്ടെ നമ്മൾ കച്ചവടം ചെയ്യുന്നു, ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, ആകോ നമ്മുടെ സ്വന്തം താല്പര്യത്തോടെ കളിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ നമ്മുടെ മുന്നത്തെ നിലയിനെക്കാട്ടും കൂടുതൽ മെച്ചപ്പെട്ട, നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷനും സന്തോഷം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വമേധയാണ് അതിൽ ഏർപ്പെടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്താണ് വിചാരിക്കുന്നത്, നമുക്ക് ഇതിനു മുന്നേ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്ര സന്തോഷം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുന്നതാണ് നമുക്ക് നല്ലതെന്ന് നമുക്ക് തോന്നുകയാണ്. ഇപ്പൊ ഞാൻ അഭിലാഷിന്റെ അടുത്തുനിന്ന് ഒരു പുസ്തകം വാങ്ങാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരു 50 രൂപയിലെ പുസ്തകമാണ് വിചാരിക്കും. ഞാൻ അഭിലാഷിന് ഒരു 50 രൂപ തരുവാണ്, അഭിലാഷിന്റെ കയ്യിൽ നിന്ന് ഞാൻ പുസ്തകം വാങ്ങാൻ. അപ്പൊ ആ ഒരു ഇടപാടിൽ എന്താ ബേസിക്കലി സംഭവിക്കുന്നത്, എന്റെ കയ്യിൽ 50 രൂപ ഇപ്പൊ ഉണ്ട്, അഭിലാഷിന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട്. അപ്പൊ ഞാൻ അഭിലാഷിന് കൊടുക്കാന്ന് പറയുമ്പോൾ എന്റെ കയ്യിലുള്ള 50 രൂപയെക്കാട്ടും ഞാൻ വില മതിക്കുന്നത് അഭിലാഷിന്റെ കയ്യിലുള്ള ആ പുസ്തകത്തിനാണ്. കാരണം എനിക്ക് ആ പുസ്തകം വായിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ അഭിലാഷ് എനിക്ക് ആ പുസ്തകം തരുമ്പോൾ എന്താണ്, അഭിലാഷ് ആ പുസ്തകത്തിനേക്കാട്ടും വില മതിക്കുന്നത് അഭിലാഷിന് എന്റെ കയ്യിൽ നിന്ന് 50 രൂപ കിട്ടുന്നതാണ്. ആ 50 രൂപ കിട്ടി അഭിലാഷിന് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് അഭിലാഷ് വിചാരിക്കും. അങ്ങനെ നമ്മൾ രണ്ടുപേർക്ക് സമ്മതത്തോടെയാണ് നമ്മൾ ആ ഒരു ഇടപാടിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഏതൊരു ട്രേഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും കച്ചവടം ചെയ്യുന്നവനും കസ്റ്റമറിനും രണ്ടുപേർക്കും ലാഭം ഉണ്ടാവുന്ന ഒരു ഏർപ്പാടായി മാറും. അങ്ങനെ രണ്ടുപേർക്ക് ലാഭം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും മുന്നത്തെ പൊസിഷനേക്കാട്ടും ഏറ്റവും മെച്ചപ്പെട്ട പൊസിഷനിലേക്ക് രണ്ടുപേരും മാറാന്നുള്ളതാണ്. അതായത് അവിടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ബേസിക്കലി പറയാനുള്ള ഇതാണ്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരിക്കലും ഒരു ഫിക്സഡ് വഴിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പണക്കാർ കൂടുതൽ പണക്കാരാവുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ അതൊരിക്കലും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ പുസ്തകത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോ നമ്മുടെ ഹാരി പോട്ടറിന്റെ എഴുത്തുകാരിയുണ്ട്, ഞാൻ അവരുടെ പേര് മറന്നുപോയി.
അപ്പൊ അവർ ഈ പൈസ മുഴുവൻ JK റോളിംഗ്. അവരൊരുപാട് വലിയ പണക്കാരിയാണ്. അതെ, ജെറ്റ് റോളിംഗ് അല്ലെ. അതെ. അപ്പൊ അവര് ആ പൈസ മുഴുവൻ ക്രിയേറ്റ് ചെയ്തത് നമ്മളെ ഒന്നും ചൂഷണം ചെയ്തിട്ടില്ല. അവരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ലോകം മുഴുവനുള്ള ഒരുപാട് ആളുകൾക്ക് ആനന്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പം തന്റെ കയ്യിലിരിക്കുന്ന ഇപ്പൊ നമ്മളിപ്പോ 1000 രൂപ കൊടുത്ത് ഹാരി പോട്ടർ പുസ്തകം മേടിക്കുമ്പോൾ ആ കൊടുക്കുന്ന ഓരോരുത്തരും വിചാരിക്കുന്നത് ആ 1000 രൂപയെക്കാളും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം ആ പുസ്തകത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വിചാരിക്കുമ്പോഴാണ് അവർക്ക് അത്രയും പൈസ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു ബില്യണറെ എടുത്ത് നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രൊവൈഡഡ് ഇറ്റ്സ് എ ഫ്രീ മാർക്കറ്റ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥയാണ് എങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥയിൽ ഒരാൾക്ക് മറ്റൊരാളെ സെർവ് ചെയ്യാതെ, മറ്റൊരാളെ സന്തോഷപ്പെടുത്താതെ അവരിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കൺട്രോൾ ഉള്ള ഒരു വ്യവസ്ഥയാണെങ്കിൽ നമുക്ക് പറയാം എന്തെങ്കിലും രീതിയിൽ അവരിൽ നിന്ന് പൈസ തട്ടിയെടുക്കാം. അതേസമയം ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു വ്യവസ്ഥയിൽ നമുക്ക് തിരിച്ചിങ്ങോട്ടൊരു സംഭവം തരാതെ നമ്മളാർക്കും ഒരു പൈസയും കൊടുക്കില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പം ഈ ഹാരി പോട്ടറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏത് കാര്യമില്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഷാരൂഖ് ഖാനോ മോഹൻലാലോ വിരാട് കോഹ്ലിയോ ആരെ വേണേലും എടുക്കാം. നമ്മളെല്ലാവരും വിരാട് കോഹ്ലിയുടെ കളികൾ കാണാനും അയാളുടെ പ്രവൃത്തികൾ കാണാനും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അയാൾക്ക് പൈസ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് അയാളുടെ ശമ്പളമായിട്ട് മാറുന്നത് അല്ലെ. അപ്പം അങ്ങനെ അതിപ്പോ നമ്മൾ ഈ സെലിബ്രിറ്റീസിന്റെയും എഴുത്തുകാരുടെയും കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളത് മാറ്റിയിട്ട് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്, ബിസിനസിന്റെ കാര്യത്തിലാണ്. അംബാനിയും അദാനിയും എലൻ മസ്കും അല്ലെ. അതെ, ഇപ്പൊ സ്റ്റീവ് ജോബ്സിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പം ആപ്പിളിന്റെ ഫോൺ നമ്മൾ ഒരുപാട് ആൾക്കാർ വളരെയധികം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോണാണ് ആപ്പിൾ ഐഫോൺ. അപ്പം സ്റ്റീവ് ജോബ്സ് ഒരു ബില്യണറായി, അതായത് സ്റ്റീവ് ജോബ്സ് ഒരു ബില്യണറായി, അയാൾ കൂടുതൽ കോടീശ്വരനായി, ശതകോടീശ്വരനായി എന്ന് പറയുമ്പോൾ അതൊരിക്കലും ബാക്കിയുള്ളവർക്ക് ഒരു നഷ്ടമല്ല ഉണ്ടാക്കുന്നത്. അയാൾ ഓരോ ഫോണ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും ആണ് അയാൾക്ക് ആ പൈസ കിട്ടുന്നത്. അപ്പൊ അയാൾക്ക് ആ പൈസ അവിടെ ആ ഐഫോൺ വാങ്ങിയ ഓരോ ആളുകളും വിചാരിക്കുന്നത് ആ 1 ലക്ഷം രൂപ എത്രയാന്ന് വെച്ചാൽ അത് അവരുടെ കയ്യിലിരിക്കുന്നതിനെക്കാട്ടും അവർക്ക് സന്തോഷം ഉണ്ടാവുക ആ ഐഫോൺ കിട്ടുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ട്, ഇങ്ങനെ ഇവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് സ്റ്റീവ് ജോബ്സ് ഈ ഐഫോൺ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിസ്ക് എടുക്കുന്നത്. അതിനുവേണ്ടി അയാൾ സ്വന്തം പൈസ മുടക്കുന്നു, മറ്റുള്ള ആളുകളെ എംപ്ലോയ് ചെയ്ത് വെക്കുന്നു. ഇത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ അയാൾ പക്ക ദരിദ്രരായി പോയിരുന്നു. പക്ഷെ അത് ആളുകൾക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നുകയും ആളുകൾ അത് വാങ്ങുകയും അയാൾ സക്സസ്ഫുൾ ആയി മാർക്കറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അയാൾക്ക് കൂടുതലായി വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ വെൽത്ത് ഉണ്ടാക്കുന്ന ഒരാള് മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടുണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പൈസ എടുത്തിട്ടാണ് അയാൾ പൈസക്കാരനായെന്നുള്ളത് വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിനുപരി നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ, നമ്മളിപ്പോ പറഞ്ഞ കേസിൽ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അയാൾ എന്താണോ വാങ്ങുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ അയാൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. എന്നാൽ മാത്രം ഇപ്പം എന്റെ കയ്യിലുള്ള 1000 രൂപ അല്ലെങ്കിൽ $1000 ഞാൻ കൊടുക്കുമ്പോൾ $1000 കൂടുതൽ വിലമതിക്കുന്ന ഒരു സാധനം എനിക്ക് കിട്ടുന്നെങ്കിൽ ഞാനത് കൊടുക്കുള്ളൂ എന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ല അല്ലെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഓൾറെഡി സ്റ്റീവ് ജോബ്സ് അയാൾ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷനിൽ എല്ലാം അയാൾ മറ്റുള്ളവർക്ക് അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് അയാൾ ഇപ്പോൾ സമ്പാദിച്ചിരിക്കുന്ന പൈസ. അപ്പോൾ അങ്ങനെ സമ്പാദിക്കാനുള്ള കഴിവ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് പേരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഒരു ബില്യണറൊക്കെ ആകാൻ പറ്റുള്ളൂ. നമ്മൾ ആരെ നോക്കിയാലും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്ത് കിട്ടിയതിന് ശേഷം അതിനുശേഷം അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവർ ടാക്സ് കൊടുക്കുന്നുണ്ട്. അവര് ആ ടാക്സ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്ന പ്രോസസ്സിലാണ്. അപ്പൊ നമ്മൾ പറയും ഇവര് ടാക്സ് കൊടുക്കുന്ന പൈസ എന്ന് പറയുന്നതിനകത്തുനിന്ന് അവർക്കും കുറച്ച് നേട്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നെങ്കിലും അതൊരു ഒരു ഒരു മുട്ടപ്പോക്ക് ന്യായമാണെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ അവരിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് ഗവൺമെന്റുകൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ നടത്താനും ഒക്കെ. സോ 2 തരത്തിൽ അവർ ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അവർക്ക് ലാഭം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവര് അത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. ടാക്സ് അവരെ നിർബന്ധിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ട ആവശ്യമില്ല. വിഷ്ണുവിന്റെ സൗണ്ട് കുറച്ച് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അവിടെ. ഹലോ, കേൾക്കാവോ? ഇപ്പൊ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ കുറച്ച്. അപ്പം ഇവര് ഓൾറെഡി ആളുകൾക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം അവർ ടാക്സും കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം കിട്ടിയ പൈസയാണ് ആളുകൾ പറയുന്നത് ഇവര് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് കിട്ടിയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഒരു ചോദ്യം ഈ അടുത്തിടയ്ക്ക് ചോദിച്ചാണ്, ഒരു പാനൽ ഡിസ്കഷനിൽ ചോദിച്ചാണ്, നിങ്ങൾ സമ്പത്തിനെ ശാസ്ത്രീയമായി നിർവചിച്ചതിന് ശേഷം
പിന്നെ അതിന്റെ പുനർവിതരണത്തിനല്ലേ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിച്ചു. അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ പൈസ പൊതു പൈസയാണ്, അല്ലെ, പൊതു സമ്പത്താണ് എന്ന് കരുതുക. അതിനുശേഷം അതെടുത്ത് വീതിക്കുകയല്ലേ ചെയ്യേണ്ടതെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ഇവിടെ നമ്മൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഇത് ഇവര് മറ്റുള്ളവരുടെ പൈസയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒന്ന്. രണ്ട്, നമ്മളുടെ കയ്യിൽ പൈസ ഇല്ല, അവരുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പൊ ആ പൈസ എടുത്ത് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പൈസ കിട്ടും എന്നൊരു തോന്നലുണ്ട്. പക്ഷെ അവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം, എല്ലാവരുടെ കയ്യിലും ഒരേപോലെ പൈസ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് പഴയ അവസ്ഥയിൽ തന്നെ ആയി എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ ഒരു പ്രശ്നം കൂടെ. പിന്നെ ഈ ഇൻഇക്വാലിറ്റി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു സൊല്യൂഷൻ ഈ റീഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. അപ്പൊ ഈ റീഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാരും ഒരേപോലെ ആക്കാനല്ല, എങ്കിലും ബില്യനേഴ്സിന് എന്തിനാണ് ഇത്രയും ബില്യൺസ്, ഇതിലെ കുറച്ചെങ്കിലും എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്നുള്ള ന്യായം ഇവർ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ ആ ന്യായം എടുത്താൽ പോലും നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇപ്പൊ ഒരു 100 പേർക്ക് ഇന്ന് ഇപ്പൊ ഒരു ബില്യനറിന്റെ പൈസ എടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും നാളെ മുതൽ പുതിയ ഇൻഇക്വാലിറ്റീസ് അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡയമെൻഷൻസിലുള്ള ഇൻഇക്വാലിറ്റീസ്. കാരണം മനുഷ്യൻ അവന്റെ സ്വാഭാവിക പ്രത്യേകതകൾ അനുസരിച്ച് അവർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. താല്പര്യങ്ങള്, കഴിവുകള്, സാഹചര്യങ്ങള്, അല്ലെ, എല്ലാം അവൻ ജീവിച്ചിരിക്കുന്ന സമയം, കാലഘട്ടം, ലൊക്കേഷൻ, അതിനെല്ലാം വെച്ചിട്ട് അവൻ വ്യത്യസ്തനാണ്. അപ്പൊ അതിനനുസരിച്ച് അവർ എത്തിച്ചേരുന്ന കാര്യങ്ങളും വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും ഇക്വാലിറ്റി എന്ന് പറഞ്ഞത് ഒരു സ്വാതന്ത്ര്യമുള്ള വ്യവസ്ഥയിൽ നിലനിൽക്കില്ല. അവിടുത്തെ സ്വാഭാവികമായ വ്യവസ്ഥ ഇൻഇക്വാലിറ്റിയാണ്. ഒരിക്കലും കോമ്പാറ്റബിൾ ആയിട്ടുള്ള സാധനമല്ല. കോമ്പാറ്റബിൾ ആയിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്വാലിറ്റി ഉണ്ടാവില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അതെ. ഇതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സൊസൈറ്റിയിൽ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഇക്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണോ അതോ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കണം? സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു പറയാവുന്ന ഒരു മെഷറിലെങ്കിലും ഇക്വാലിറ്റി ഉണ്ടാവുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇക്വാലിറ്റി എങ്കിലും സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇക്വാലിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവിടെ ആക്ച്വലി യഥാർത്ഥത്തിൽ ഒരിക്കലും ഇക്വാലിറ്റി ഉണ്ടാവില്ല, സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വാലിറ്റി നമുക്ക് ഒരിക്കലും ഫോഴ്സ് ഉപയോഗിക്കാതെ കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ല. ഫോഴ്സ് ഉപയോഗിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് അധികാരം ഉണ്ടാവണം. അപ്പൊ അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അയാളായിരിക്കും തീരുമാനിക്കുക അവിടുത്തെ സ്വത്തുകളൊക്കെ എന്ത് ചെയ്യണം, ആരെന്ത് ഉപയോഗിക്കണം എന്നല്ല. അപ്പം അവിടെ തന്നെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി, ആ അധികാരം ആർക്കാണോ ഉള്ളത്, അത് ആ ഒരു ചെറിയ ഗ്രൂപ്പ്, ആ ചെറിയ ഗ്രൂപ്പ് വളരെ പവർഫുൾ ആയിരിക്കും. എല്ലാ റിസോഴ്സും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും. ബാക്കിയുള്ളവർ മൊത്തം വളരെ പാവപ്പെട്ടവരായിരിക്കും. അപ്പൊ അവിടെയാണ് ഏറ്റവും വലിയ ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഇക്വാലിറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന മെഷേഴ്സ് ഒന്നും ഒരിക്കലും ബേസിക്കലി ഇക്വാലിറ്റി ഉണ്ടാക്കുന്നില്ല, ഫോഴ്സ് സ്വാതന്ത്ര്യം തരുന്നില്ല. അതെ. പിന്നെ നമ്മള് ഈ സമ്പത്തിന്റെ പേരിലുള്ള അസമത്വം പറയുമ്പോൾ ആളുകൾ മറക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ മെറ്റീരിയൽ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം. നമ്മൾ കുറെ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 99%, അതായത് കുറെ വർഷങ്ങളല്ല, ഈവൻ നമ്മൾ പറയുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും പോലും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 99% ആൾക്കാരും ദരിദ്രരായിരുന്നു എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ ഇന്നത്തെ പക്ഷെ ഇപ്പൊ നമ്മൾ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനും മിഡിൽ ക്ലാസ്സും എല്ലാവരും അനുഭവിക്കുന്ന സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട്, എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെറ്റീരിയൽ ഇതിന്റെ കാര്യത്തില് ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ രീതിയിൽ ഇക്വാലിറ്റി ഉണ്ടാകുന്നുണ്ട്. ആ ഇക്വാലിറ്റി ഉണ്ടാകാനുള്ള കാരണം നമ്മൾ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം ഉള്ള സമൂഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും ആളുകൾ അവരുടെ യുക്തി ഉപയോഗിക്കുകയും അതുവഴി എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു ഇക്വാലിറ്റി മാത്രമേ സ്വാഭാവികമായി പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ സമ്പത്ത് പുനർവിതരണം ചെയ്തതുകൊണ്ട് ആൾക്കാർക്ക് ഗുണം കിട്ടുന്നില്ല. പക്ഷെ ഈ സമ്പത്ത് ഉപയോഗിക്കാൻ അറിയുന്നവൻ ഉപയോഗിക്കുകയും അതുവഴി സർവീസസ് വഴി മറ്റുള്ളവരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇക്വാലിറ്റി മെഷർ ചെയ്ത് പലപ്പോഴും അത് പെരുപ്പിച്ച് കാണിക്കുന്ന കണക്കുകളാണ്. ഒന്നാണ് 1980 ദരിദ്രരുടെ കണക്കും, അല്ലെ 2024 ദരിദ്രരുടെ കണക്കും ഒക്കെ എടുത്തിട്ട് പറയുന്നത് ദരിദ്രരുടെ എണ്ണം, ദരിദ്രരുടെ ഇത് കൂടി എന്നുള്ള, അല്ലെങ്കിൽ അതേപോലെ നിൽക്കുന്നു അവരുടെ സമ്പത്ത് എന്നുള്ള ഒരു സംഭവം വെച്ച് പറയാറുണ്ട്, അല്ലെ? ഇപ്പൊ ഇത്ര ശതമാനം ആൾക്കാർ. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഈ ദാരിദ്ര്യത്തിന്റെ അളവ്, അതായത് ശതമാനക്കണക്കിൽ പറയും. 1980 ദരിദ്രർക്ക് ഇത്ര സമ്പത്തായിരുന്നു, 2024 ഇത്രയായിരുന്നു എന്നുള്ളത്. അപ്പൊ അവര് അതിനെപ്പറ്റി പറയുമ്പോൾ അവര് മറക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ പെർസെന്റേജിലുള്ള ആൾക്കാരല്ല ഇന്നത്തെ ഈ പെർസെന്റേജിലുള്ള ആൾക്കാരെന്നുള്ളത്. അന്നത്തെ ദാരിദ്ര്യത്തിലെ പെർസെന്റേജിൽ വളരെ വലിയ ഭൂരിപക്ഷവും വളരെ യുവാക്കളായിട്ടുള്ള ആൾക്കാരും
പ്രായത്തിൽ കുറഞ്ഞുള്ള ആൾക്കാരായിരിക്കും. വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത് ഒരാളുടെ ജീവിതകാലത്തിലെ പല സമയത്തിലാണ് വെൽത്തിന്റെ എണ്ണം അളവ് കൂടിക്കൂടി വരുന്നത്. അപ്പൊ അന്നത്തെ പെർസെന്റേജിൽ ഉണ്ടായിരുന്ന യുവാക്കളൊക്കെ പിന്നീടുള്ള വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ അതിന് മുമ്പിലുള്ള ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും എന്നുള്ള ഒരു കാര്യം. അപ്പൊ അത് പലപ്പോഴും ആൾക്കാർ പറയില്ല. അവിടുന്നാണ് ഈ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇവർ ഈ 2 വർഷങ്ങളിലെ പെർസെന്റേജിനകത്തുള്ള ആൾക്കാര് ഒരേ ആൾക്കാരാണ്. ദരിദ്രർ എന്ന് പറഞ്ഞ അല്ലെ, എന്ന ആള് ഇപ്പോഴും ദരിദ്രരാണെന്നുള്ളത് ഒന്ന്. രണ്ടാമത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ പുനർവിതരണത്തിനെ പറ്റിയും സാമ്പത്തിക അസമത്തെ പറ്റിയും സംസാരിക്കുന്ന പല ആളുകളും യഥാർത്ഥത്തില് അവരുടെ സാലറി നോക്കുകയാണെങ്കിൽ ഈ അല്ലെ ഏറ്റവും ടോപ്പ് 1%-ലോ 3%-ലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്ന് അവർ അറിയുന്നില്ല. അത് ഇപ്പം പ്രത്യേകിച്ചും US-ലെയൊക്കെ പല സെലിബ്രിറ്റീസും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ആൾക്കാരെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ ഒരു പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാല് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾറെഡി ഈ പറയുന്ന ആളുകൾ തന്നെയാണ് 10%-ലും 3%-ലുള്ള ആളുകളാണ് അയ്യോ സമ്പത്ത് മുഴുവൻ ഇത് പറയുന്നത്. പക്ഷെ അവര് അതൊരിക്കലും ആ ഒരു കണക്ക് അവർ നോക്കില്ല. ഞാനും ആ ഒരു ലിസ്റ്റിലുള്ള ആളാണെന്ന് അവര് നോക്കില്ല എന്നുള്ളതാണ്. പറഞ്ഞോളൂ വിഷ്ണു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 1800-ല് നമ്മുടെ എത്ര വെൽത്ത് നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും ഇപ്പൊ എത്ര വെൽത്ത് ഉണ്ട് എന്നുള്ളതും ചുമ്മാ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെൽത്ത് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് 5 വർഷത്തിന് താഴേക്ക് എത്ര കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, എന്നാലും അത്രയും താഴത്തേക്ക് ഇത്രയും പോപ്പുലേഷൻ കൂടിയ സമയത്ത് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അതെ. പിന്നെ ഇൻഇക്വാലിറ്റി ഒരു നല്ല മെഷർമെന്റും അല്ല. ആളുകളുടെ വെൽഫെയറിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഒരാളുടെ കയ്യിൽ ഇത്ര പൈസ കൂടുതലുണ്ടോ പൈസ കുറവുണ്ടോ എന്നുള്ളതല്ലല്ലോ. എനിക്ക് അടുത്ത ഭക്ഷണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട പോയിന്റ്. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ. അല്ലാതെ ലോകത്തെ ഇൻഇക്വാലിറ്റിയുടെ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് വെൽഫെയർ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇൻഇക്വാലിറ്റിയെ പറ്റിയിട്ടുള്ള സംസാരത്തിൽ ഇങ്ങനെ വന്നതാണ്. അപ്പൊ 1980-ല് ഇന്ത്യയിൽ ഇത്ര ഇൻഇക്വാലിറ്റി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ സംസാരിക്കുന്നത്. ഇപ്പോഴാണ് ഇൻഇക്വാലിറ്റി കൂടുതൽ. അപ്പൊ നമുക്ക് അയാളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്ന് ജീവിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് 1980-ല് ജീവിക്കാനാണോ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ 1980-ല് ഇന്ത്യയിൽ ഇൻഇക്വാലിറ്റി കുറവാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം തിരിച്ചു വരുമ്പോൾ അപ്പൊ അതിൽ നിന്ന് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാം. എന്തായാലും തീർച്ചയായിട്ടും അയാൾക്ക് ജീവിക്കാൻ ഇഷ്ടം ഇന്നത്തെ കാലത്തായിരിക്കും. എല്ലാവിധ സൗകര്യങ്ങളും വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ 91-ലെ ലിബറലൈസേഷൻ പ്രോസസ് ഒക്കെ. അപ്പൊ ആ ഒരു വ്യത്യാസം അവർ മനസ്സിലാക്കുന്നില്ല. അപ്പം പലപ്പോഴും ഈ വർഷം വരുന്ന കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇൻഇക്വാലിറ്റി കൂടുന്നു, സമ്പത്ത് ആളുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നം. പിന്നെ ഒരു ഇൻഇക്വാലിറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ആളുകള് സമ്പത്ത് കുറച്ച് ആളുകളിലേക്ക് വരുമ്പോൾ അവർക്ക് പവർ കിട്ടുകയും അവര് മറ്റുള്ളവരെ മേൽ അധികാരം ഉപയോഗിക്കും എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അതിനെപ്പറ്റി വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? അതിന് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പവർ അധികാരത്തിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും എന്നുള്ളത് പറയുന്നത്, അവര് തന്നെ മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് കൂടുതൽ അധികാരം കൊടുക്കുക, എന്നാലേ ഈ ഒരു ഇൻഇക്വാലിറ്റി പരിഹരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റിന് കൂടുതൽ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമാവില്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്രയും അധികാരമുള്ള ഗവൺമെന്റ് സ്വാധീനിച്ചിട്ട് അതിനനുസരിച്ചുള്ള നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പം വീണ്ടും ഇൻഇക്വാലിറ്റി കൂടാണോ കുറയാണോ ചെയ്യാന്നുള്ളത് അവർ ആലോചിക്കുന്നില്ല. അതെ, അതുപോലെ തന്നെ അവര് ഈ പറയുന്ന ഈ അധികാരം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവര് 2 സൈഡിനകത്ത് ഒരു സൈഡിനെ അവര് മാറ്റി വെക്കും. അതായത് ഇപ്പൊ ക്രോണിസം എന്ന് പറഞ്ഞ ടൈമിനകത്ത് 2 പേരുണ്ട്. ലോബിയിങ് ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഗവൺമെന്റും ഈ സമ്പന്നരോടെ ചേർന്നിട്ടാണ് ലോബിയിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ എപ്പോഴും ഇതിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഈ കോർപ്പറേറ്റുകളെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. അതിനെ ഒരു സൊല്യൂഷനായിട്ട് വെക്കുന്നത് ഗവൺമെന്റിന്റെ പവർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ അവര് മനസ്സിലാക്കുന്നില്ല, ഗവൺമെന്റിന്റെ പവർ കൂട്ടുന്തോറും ഈ ക്രോണിസത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ ക്രോണിസം കൂടെയുണ്ട്. ചിലപ്പോൾ ആളുകൾ മാറിയുന്നുണ്ടാവും, കൂടുതൽ പ്രഷർ ഗ്രൂപ്പുകൾ വരുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒരു സാധനത്തിന് കൂടുതൽ പവർ കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ അറിയുന്നതിന് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ സൊല്യൂഷനായിട്ട് അതായത് പ്രശ്നം എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സമ്പന്നരും ഗവൺമെന്റുകളും തമ്മിലുള്ള ഈ പറയുന്ന ഈ ബന്ധം, ഈ മോശപ്പെട്ട ബന്ധത്തെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ സൊല്യൂഷനായിട്ട് നമ്മൾ പറയുന്നത് ഗവൺമെന്റിന്റെ പവർ കുറയ്ക്കുക, ആളുകൾക്ക് എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുക, അതായത് ഇവർക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും എടുക്കില്ല.
അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ ഇനീക്വാലിറ്റിന്റെ പ്രശ്നം പറയുമ്പം ഇവര് എല്ലാവരും ബൈ ഡീഫാൾട്ട് അസ്യൂം ചെയ്യുന്നത് ഈ ഇനീക്വാലിറ്റി മൊത്തം ഈ ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റിന്റെ പ്രശ്നമാണ് ഇനീക്വാലിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇനീക്വാലിറ്റി, ഫ്രീ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കുന്ന ആളുകൾക്കും മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളുകൾക്കും കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള അവസരം വരികയും അങ്ങനെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. ആ ഇനീക്വാലിറ്റി ആക്ച്വലി നല്ലതാണ്, കാരണം അവർ സൊസൈറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് അവിടെ ഒരു ഇനീക്വാലിറ്റി ഉണ്ടാകുന്നത്. പക്ഷേ ഇത് മാത്രമല്ല ഇനീക്വാലിറ്റി ഉണ്ടാവാനുള്ള റീസൺ. ഗവൺമെന്റിന്റെ ഇടപെടലുണ്ട്. ഇവർ പറയുന്ന ഈ സൊല്യൂഷൻസ് കൊണ്ടുകൂടി ഈ ഇനീക്വാലിറ്റി ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് മിനിമം വേജിന്റെ എക്സാമ്പിൾ. മിനിമം വേജ് എന്തായാലും വേണമെന്നുള്ളതാണ് പാവങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് ഈ ഇടതുപക്ഷവും അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും പറയുന്നു. മിനിമം വേജ് ആണ്, മിനിമം വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ട ആളുകൾക്ക് മിനിമം വേതനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് മുഴുവൻ ഇവരെ ചൂഷണം ചെയ്യും. അതാണ് ഇവരെ മുന്നോട്ട് ഞാൻ. പക്ഷെ ഇവർ മറന്നു വന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം വേജ് എന്ന് പറഞ്ഞിട്ട് എന്താണ് മിനിമം വേജ് നിയമം? മിനിമം വേജ് നിയമം പറയുന്നത് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവന് മിനിമം വേതനം കൊടുക്കണം എന്നാണ്. അല്ലാതെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം ഉറപ്പുവരുത്തുന്ന ഒരു നിയമമല്ല മിനിമം വേജ് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അവര് മിനിമം വേതനം കൊടുക്കുക എന്ന് പറയുമ്പോൾ സപ്പോസ് മിനിമം വേതനം അവർ 500 രൂപ എന്തായാലും ഒരു തൊഴിലാളിക്ക് കൊടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 500 രൂപ ഒരു ദിവസത്തേക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ള എല്ലാ ആളുകൾക്കും അത്രയും പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. അപ്പൊ ആ പ്രൊഡക്ടിവിറ്റി 500 രൂപയുടെ പ്രൊഡക്ടിവിറ്റിയിലും കുറഞ്ഞ ആളുകൾ, അതായത് വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അത്രയും സ്കില്ലില്ലാത്ത ആളുകളെ ബേസിക്കലി എംപ്ലോയ്മെന്റ് നിന്ന് ഔട്ട് ആക്കുകയാണ് ഈ നിയമം ചെയ്യുന്നത്. കാരണം ബേസിക്കലി നമ്മളിപ്പോ ഒരു എംപ്ലോയറുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരാളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ അഭിലാഷിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മിനിമം ഞാൻ അഭിലാഷൻ തരുന്ന വേജെങ്കിലും എനിക്ക് റിട്ടേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഭിലാഷിനെ ഹയർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്. അഭിലാഷിനെ ഹയർ ചെയ്യുന്നതോറും ഓരോ ദിവസം അഭിലാഷിന് ശമ്പളം കൊടുക്കുന്നതോറും എനിക്ക് നഷ്ടം കൂടി വരികയുണ്ട്. അപ്പൊ എനിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഒന്നുകിൽ ഞാൻ ഡീഫോൾട്ട് ആയി പോകും, അല്ലെങ്കിൽ ഞാൻ അഭിലാഷിനെ ഫയർ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ബേസിക്കലി എന്താണ്, അഭിലാഷിന് കൊടുക്കുന്ന ശമ്പളം അഭിലാഷിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് അഭിലാഷിനെ പിരിച്ചുവിടല്ലാതെ വേറൊരു മാർഗമല്ല. അപ്പം ഇവര് ബേസിക്കലി പറയുന്നത് 500 രൂപ മിനിമം വേജ് ആക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ റിയാലിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നത്? 500 രൂപയിലും താഴെ പ്രൊഡക്ടിവിറ്റി ഉള്ള എല്ലാ ആളുകളും ഈ ജോബ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ട്രോള് അത് പറഞ്ഞപ്പോ വിഷ്ണുവിന്റെ ആ ട്രോൾ എനിക്ക് ഓർമ്മയുണ്ട്. ആ ലൂസിഫറിലെ ട്രോള് വെച്ചിട്ട്, അതെ, ജോലി ഉള്ളവർക്ക് അല്ലെ, ജോലിയിലുള്ളവർക്ക് കൊടുത്താൽ പോരെ, എടുക്കാത്തവർക്ക് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. ഈ പറഞ്ഞ മിനിമം വേജിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്കത് ആദ്യം അത് കേൾക്കുമ്പോ, ഇപ്പൊ നമ്മൾ ഈ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വായിക്കാതെയോ അതിനെപ്പറ്റിയൊക്കെ പഠിക്കാതെ നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നൽ, ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഒരു കുറഞ്ഞ വരുമാനമെങ്കിലും ആൾക്കാർക്ക് കൊടുത്തോളൂ? നമ്മൾ മനുഷ്യത്വ വിരുദ്ധരാണോ? ആളുകളുടെ ബേസിക് ജീവിത നിലവാരമെങ്കിലും നിലനിർത്താൻ പറ്റുന്ന, ഒരു ബേസിക് നെസസിറ്റി നിലനിർത്താൻ പറ്റുന്ന വേജെങ്കിലും അവർക്ക് കൊടുത്തൂടെ എന്ന് പറയും. ഇത് ബേസിക്കലി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഈ വേജ് കൊടുക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഇത്രയും മനുഷ്യത്തുള്ള ആളുകളാണ്. നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയാതെ നമുക്ക് ഉള്ളോട് തോന്നിയിട്ടായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ബേസിക്കലി അവർ അവിടെ പറയുന്നത് മറ്റുള്ള ഒരാള് ഇവരെ സഹായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഇവരല്ല സഹായിക്കുന്നത്, ഈ പറയുന്ന ആളുകളല്ല സഹായിക്കുന്നത്. ആ എംപ്ലോയർ അയാളെ സഹായിക്കുന്നതിന്റെ കോസ്റ്റ് ആ എംപ്ലോയർ വഹിക്കണം. അത് അയാളെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതെങ്ങനെയാണ് അയാളെ ഉത്തരവാദിത്തം? അപ്പൊ നമുക്ക് ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ എഫേർട്ട് എടുത്ത് നമ്മളെ സ്വന്തം പഠിച്ചുകൊണ്ട് സഹായിക്കുമ്പോഴാണ് ഒരു സഹായമാവുന്നത്. അല്ലാതെ മറ്റുള്ളവരോട് സഹായിക്കണം എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് മോറലി ആയാലും ജസ്റ്റിഫൈബിൾ ആവുന്നതാണ് ചോദ്യം. ഇത് എപ്പോഴും ഇവർക്ക് മനസ്സിലാകാൻ സാധ്യതയുള്ള ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇവർ സ്വയം എംപ്ലോയർ ആകുമ്പോഴാണ്. ഈ പറയുന്ന ഈ ആളുകളൊക്കെ, ഈ മനുഷ്യത്വത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെയും സ്വയം എംപ്ലോയർ ആകുന്ന ചില സിനാരിയോസ് ഉണ്ട്. ചിലപ്പോൾ അവരുടെ വീട്ടിലൊരു പണിക്ക് വരുന്ന ഒരാളായിരിക്കാം. അപ്പൊ അവരും അവിടെ ഒരിക്കലും മനുഷ്യത്വം വിചാരിച്ച് കൂലി കൂട്ടിക്കൊടുക്കാന്നല്ല വിചാരിക്കുക, എങ്ങനെ ഏറ്റവും കൂലി കുറഞ്ഞ് തന്റെ പണിയെടുപ്പിക്കുക എന്നാണ് അവർ എംപ്ലോയർ ആകുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുക. അപ്പൊ ഇതേ ഒരു ലോജിക്ക് നമ്മൾ സാധനം വാങ്ങുള്ളൂ. അതെ അതെ, നമ്മളെപ്പോഴും പരാതിപ്പെടുന്നത് ഉള്ളിക്ക് വില കൂടി എന്നുള്ളതാണല്ലോ. ഉള്ളിക്ക് വില കൂടി അങ്ങനെയുള്ള. അപ്പൊ പലപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഈ പച്ചക്കറി കടക്കാരും അവരൊക്കെ സാധനങ്ങൾക്ക് പൈസ അവര് അന്യായമായി മേടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പൊ നമ്മൾ കസ്റ്റമർ ആകുമ്പോൾ, ആ കേസിൽ നമ്മൾ കസ്റ്റമർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ എംപ്ലോയർ ആകുമ്പോൾ, അപ്പോഴൊക്കെ നമുക്ക് ഈ കാര്യം മനസ്സിലാകേണ്ടതാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് അത് ചിന്തിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്തുകൊണ്ട് മിനിമം വേജ് നടപ്പിലാക്കി കൂടാന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് വരുന്നത്.
ഇനി മിനിമം വേജിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പം ഈ അമേരിക്കയിലെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ്. വളരെ കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു സംഭവമാണ് അവിടുത്തെ മിനിമം വേജ് എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ അതൊരു പൊളിറ്റിക്കലി അത് പറയുമ്പോഴത്തേക്ക് മിനിമം വേജിന്റെ സമരങ്ങളും കാര്യങ്ങളിലൊക്കെ യൂണിയനും കാര്യങ്ങളൊക്കെ ഇടപെടുന്നെങ്കിലും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അവിടെ ഈ മിനിമം വേജ് ഉള്ള രീതിയിൽ ഉള്ള ഒരു എംപ്ലോയി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വാലിറ്റിയിൽ നിന്ന് അടുത്ത വിഷയത്തിലേക്ക് പോവാം. വിഷ്ണു എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതെ, എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ മിനിമം വേജിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ പറയുന്നത് നമ്മൾ മിനിമം വേജിനെ എതിർക്കുമ്പോൾ ആളുകൾ എല്ലാവരും ഫസ്റ്റ് അക്യൂസ് ചെയ്യുക നമ്മൾ കോർപ്പറേറ്റിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ, വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു നിയമമാണ് മിനിമം വേജ്. കാരണം ഈ വലിയ കോർപ്പറേറ്റിന്റെ ഏറ്റവും കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കും ചെറിയ ചെറിയ കടക്കാർക്ക്. ഇപ്പൊ ആമസോണിന്റെ അല്ലെങ്കിൽ വാൾമാർട്ടിന്റെ ഒക്കെ അഭിപ്രായം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അമേരിക്കയിലെ മിനിമം വേജ് ശക്തമായിട്ട് നടപ്പാക്കണം എന്നുള്ളതാണ് അവരും വാദിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിനിമം വേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായാലും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ വലിയ ഫേംസ് ആണ്. അപ്പൊ ഇവരെ ഫേമിലേക്ക് ആളുകൾ ജോലിക്ക് വരാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കും. അപ്പൊ ഇവർക്ക് നല്ല സ്കില്ലുള്ള ആൾക്കാർ എന്തായാലും ഈസി ആയിട്ട് കിട്ടും. അപ്പൊ മിനിമം വേജ് ഉണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ സ്കില്ലുള്ള ആൾക്കാരെ ഇവർക്ക് ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അവർക്ക് അത്രയും പ്രൊഡക്ടിവിറ്റി ഉള്ള ആൾക്കാരെ ഹയർ ചെയ്യുകയും ചെയ്യാം. അവർക്ക് അപ്പം മികച്ച വേതനം കൊടുത്തുന്നുമായി മിനിമം വേജിനെ സപ്പോർട്ട് ചെയ്തെന്നുമായി. പക്ഷെ നേരെ മറിച്ച് അവിടെ മിനിമം വേജ് നടപ്പാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുക ചെറിയ ചെറിയ ഫേംസിനാണ്. ചെറിയ ഫേംസിനാണ് ഈ ഉയർന്ന വേതനം കൊടുത്ത ആൾക്കാരെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ എന്ത് ചെയ്യും, അവര് ഒന്നുകിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് നിൽക്കും, അല്ലെങ്കിൽ അവർ ഡിഫോൾട്ട് ആയി പോകും. അപ്പൊ അങ്ങനെ അവർ ഡിഫോൾട്ട് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം കിട്ടുന്ന ആരാ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ വലിയ വലിയ ഭീമന്മാർക്കാണ്. അപ്പൊ അവിടെ ഒരു ഇനീക്വാലിറ്റി കൂടുകയാണ്. അത് ഈ മിനിമം വേജ് കാരണമാണ് അവിടെ ആ ഇനീക്വാലിറ്റി കൂടുന്നത്. ഒന്ന്, ഏറ്റവും പാവപ്പെട്ട 500 രൂപയിലും അല്ലെങ്കിൽ മിനിമം വേജിനെക്കാട്ടും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ആളുകൾക്ക് അവിടെ ജോലി കയറാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ ഇവർക്ക് തന്നെ വീണ്ടും ആ ജോലിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പണി പഠിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തായാലും പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേംസിനൊക്കെ ചെറിയ ചെറിയ ഫേംസിന്റെ കോമ്പറ്റീഷൻ ഒഴിവായി കിട്ടുകയാണ്. അപ്പൊ അവിടെ ഈ മിനിമം വേജ് കൊണ്ടുവന്നത് കൊണ്ട് ഈ ഫേംസിന്റെ അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ഇനീക്വാലിറ്റി കൂടുകയാണ്. ഈ ഇനീക്വാലിറ്റി ആണ് ആക്ച്വലി പ്രശ്നം. പക്ഷെ എന്നാലും അവരാരും ഈ ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇനീക്വാലിറ്റി കാണില്ല. പക്ഷെ ഫ്രീ മാർക്കറ്റിന്റെ ഇനീക്വാലിറ്റി ആണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അതെ, ഈ ശമ്പളവും എന്ന് പറയുന്നത് ഒരു പ്രൈസ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ടല്ലോ. അതും അതിനകത്ത് കണക്ട് ആവുന്നില്ല. കാരണം എല്ലാ കാര്യത്തിന്റെയും വില തീരുമാനിക്കുന്നത് പോലെ തന്നെ ഒരു ജോലിയുടെ ശമ്പളം തീരുമാനിക്കപ്പെടുന്നതും എത്രത്തോളം ആൾക്കാർക്ക് ആ ജോലി വേണം, എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മത്സരം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അതിന് ആവശ്യക്കാരുണ്ട് എന്നുള്ളതും കൂടെ അനുസരിച്ചിട്ടാണ് ഒരു ജോലിയുടെ ശമ്പളം തീരുമാനിക്കപ്പെടുന്നത്. അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഒരു പെർഫെക്റ്റ് പ്രൈസ് ഇതായിരിക്കില്ല. പക്ഷെ അതാണ് അതിന്റെ ഒരു ബേസിക് സംഭവം അല്ലെ, ആ ഒരു ബാലൻസിങ് എന്ന് പറയുന്നത്. അത് വേജ് ആയാലും ഏത് സാധനത്തിന്റെ പ്രൈസ് ആയാലും ഒക്കെ ഡിമാൻഡ് സപ്ലൈ ആണ് അവിടെ തീരുമാനിക്കുന്നത്. ഇത് ബേസിക്കലി ഇതിനൊരു നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മിനിമം വേജ് വെക്കുന്നതോ അല്ലെങ്കിൽ പ്രൈസ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതൊക്കെ ഇപ്പൊ നമുക്കൊരു തെർമോമീറ്ററിന്റെ ഒരു എക്സാമ്പിൾ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ തെർമോമീറ്ററിൽ നമുക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ ആ പനി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ തെർമോമീറ്ററിന്റെ റീഡിങ് മാറ്റി എഴുതുക എന്നുള്ളതല്ല. പക്ഷെ ഈ മിനിമം വേജ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കൺട്രോൾ ചെയ്യുമ്പോഴൊക്കെ ഇവര് ബേസിക്കലി ചെയ്യുന്നത് ആ പ്രൈസ് നമ്പർ വെട്ടിയിട്ട് ടെമ്പറേച്ചർ കുറവാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ ഒരിക്കലും റിയാലിറ്റി മാറുന്നില്ല. നമുക്ക് പനി ഉണ്ടെന്നുള്ള റിയാലിറ്റി അവിടെ മാറുന്നില്ല. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇത്രയും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ആളുകൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള റിയാലിറ്റി മാറുന്നില്ല. അല്ലെങ്കിൽ ഒരു സാധനത്തിന് വില കൂടുതലായി അതിന്റെ സപ്ലൈ കുറഞ്ഞു എന്നുള്ള റിയാലിറ്റി നമ്മൾ ഒരിക്കലും മാറുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് നമ്മളവിടെ മാറ്റുന്നത്. അതിന് ഭയങ്കരമായിട്ടുള്ള അനന്തര ഫലങ്ങളും ഉണ്ടെന്നുള്ളതല്ലേ. ഇപ്പം ഈ പറഞ്ഞ പനിയുടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മളെങ്ങനെ തെർമോമീറ്റർ മാറ്റി പറ്റിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പനി കൂടി ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകാന്നുള്ള അവസ്ഥ. അതുപോലെ ഏതൊരു സാധനത്തിനെ നമ്മൾ അല്ലെ അതിന്റെ ദൗർലഭ്യം മനസ്സിലാക്കി പെരുമാറുന്നില്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ആർട്ടിഫിഷ്യലി അത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാനാണ് സാധ്യത. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നത്തിലേക്ക് കടക്കും. വീണ്ടും അതിന്റെ ദൗർലഭ്യം കൂടുക തന്നെ ചെയ്യുള്ളൂ, കൂടിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പം ഇവര് വീണ്ടും അത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻസെന്റീവ് ആളുകൾക്ക് കുറയാണ്. അത് ആളുകൾക്ക് ഇപ്പം ഒരു സാധനത്തിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ലാഭം നമുക്ക് കിട്ടാനുള്ള സാധ്യത അവിടെ അടയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും വലിയ റിസ്ക് എടുത്തിട്ട് ആരും അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനോ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കാനോ നോക്കില്ല. അപ്പൊ വീണ്ടും അതിന്റെ സപ്ലൈ ഇതിന്റെ ഷോർട്ടേജ്, നിലവിലെ പ്രശ്നം പ്രൈസ് കൂടാനുള്ള പ്രശ്നം ഷോർട്ടേജ് ആണ്. അപ്പൊ അത് വീണ്ടും കൂടുക എന്നുള്ളത് അല്ലെങ്കിൽ വേഴ്സ് ആവുക എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ റിയാലിറ്റി അവിടെ മാറുന്നില്ല. നമുക്കൊരിക്കലും ഫേവറബിൾ ആയിട്ടുള്ള റിയാലിറ്റി അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ,
പിന്നെ ഈ അതുപോലെ തന്നെ ടാക്സ് ദ റിച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ. ഈ ഇക്വാലിറ്റീസും ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പണക്കാരെ ടാക്സ് ചെയ്തിട്ട് അത് ഈവൻ അമേരിക്കൻ പ്രസിഡന്റ് പോലും സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെതിരെ ഉള്ള കുറച്ച് ഡേറ്റാ പോയിന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് യഥാർത്ഥത്തിൽ ടാക്സിന്റെ ഇത് നോക്കുകയാണെങ്കിൽ, സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ വളരെ വലിയ ടാക്സ് ആണ് ഓൾറെഡി ബില്യനേഴ്സ് ഒക്കെ അടയ്ക്കുന്നതും ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ളവരും തിരിച്ചു കിട്ടുന്ന റിട്ടേൺ അവർ പരിഗണിക്കാറില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അതായത് അപ്പം ഈ ചെറിയ അതായത് താഴെക്കടയിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് കണക്കാക്കാതെയാണ് ഈ ടാക്സിന്റെ പെർസെന്റേജ് ഒക്കെ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇങ്ങോട്ട് കിട്ടുകയും കൂടുതൽ കിട്ടി ഹയർ ഇൻകം ഗ്രൂപ്പിലുള്ളവർ കൂടുതൽ ടാക്സ് അടയ്ക്കുകയാണെന്നുള്ളത്. അപ്പൊ അതിലേക്ക് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോവാം. അപ്പം ഈ ഡേറ്റ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക്. അപ്പം അറിയാലോ, നമ്മള് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഡേറ്റയുണ്ട്, നിങ്ങളുടെ ഡേറ്റ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഡേറ്റ വെച്ച് മാത്രം സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും, അല്ലെങ്കിൽ ഡേറ്റ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുകയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള വാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം വിഷ്ണു ഈ എക്കണോമിക്സും ഡേറ്റ എന്നും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതിയിരുന്നു. അതുപോലെ വിഷ്ണു ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഡേറ്റയെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറച്ച് സംസാരിക്കാം. ഡേറ്റ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഡേറ്റ തന്നെ അതിൽ പറയും, ഡേറ്റ സ്പീക്സ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡേറ്റയ്ക്ക് മീനിങ് ഉണ്ടാകുന്നത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പൊ അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളനുസരിച്ച് ഡേറ്റ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാൻ വേണ്ടി പറ്റും. ബേസിക് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോദി ഇപ്പൊ ഇവിടെ ഭരിക്കുന്നു. ഇപ്പൊ മോദി ഭരിക്കുമ്പോൾ GDP ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 5% കൂടിയെന്ന് വിചാരിക്കും. അപ്പം മോഡിനെ ആരാധിക്കുന്ന ആളുകൾ പറയും, കണ്ടോ മോദി ഭരിച്ചതുകൊണ്ടാണ് ഈ 5% കൂടിയെന്ന്. മോദിനെ ഓപ്പോസ് ചെയ്യുന്ന ആളുകൾ അത് എങ്ങനെയാ വ്യാഖ്യാനിക്കുക? മോദി ഭരിക്കുന്നതുകൊണ്ട് 5% കൂടിയുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടിയേനെ. അത് അങ്ങനെയാണ് വ്യാഖ്യാനിക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഡാറ്റയെ നോക്കി നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പം ഡാറ്റ ഒരിക്കലും അവിടെ ഒരു കോറിലേഷൻ മാത്രമേ കാണിക്കുള്ളൂ. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഡാറ്റ വെച്ച് നമുക്ക് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിലുള്ള ബയാസിനനുസരിച്ച് നമുക്ക് ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള ഡാറ്റ സെലക്റ്റീവ് ആയിട്ട് എടുത്ത ആൾക്കാർ കൊണ്ടുവരും, അത് പ്രസന്റ് ചെയ്യും. അപ്പൊ ഞാനൊരു ഈ അടുത്തൊരു പോസ്റ്റ് ഇട്ടിരുന്നു പട്ടേൽ പ്രതിമേനെ പറ്റിയിട്ട്. അപ്പം നമ്മൾ പട്ടേൽ പ്രതിമേന്റെ കാര്യം പറയുമ്പോൾ പട്ടേലിന്റെ പ്രതിമ 3000 കോടി മുടക്കി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഗുജറാത്തിൽ കുറെ വികസനം വന്നു, കുറെ ജോബ് ക്രിയേറ്റഡ് ആയി, അതുപോലെ കുറെ ആളുകൾക്ക് ഉപകാരം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പട്ടേൽ പ്രതിമ അവിടെ വെച്ചത് വളരെ നല്ലതാണ്. ഇനിയും ഇങ്ങനത്തെ വിഷനുള്ള സർക്കാർ, നല്ല വിഷനുള്ള സർക്കാരുകൾക്ക് മാത്രമേ ഇത് സാധിക്കൂ, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് BJP-നെ അനുകൂലിക്കുന്ന ആൾക്കാർ കുറെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈവൻ സന്തോഷ് ജോർജ് കുളങ്ങര എന്നാണ് അയാള്. അതെ, അതിന്റെ ക്യാപ്ഷൻ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള മാധ്യമ പ്രവർത്തകനാണ് അയാളെ അടിച്ചിരുത്തി കളഞ്ഞു, സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്യാപ്ഷൻസിലാണ് അവർ ഷെയർ ചെയ്തത്. അതെ അതെ. അപ്പം പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ പൈസ 3000 കോടി രൂപ ഇവര് ചെലവഴിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ 3000 കോടി എവിടുന്ന് കിട്ടി എന്നുള്ളത് നമ്മൾ തീരെ നോക്കുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഒരിക്കലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സർക്കാർ വേറെ ആളുടെ അടുത്ത് നിന്ന് പൈസ എടുത്തിട്ട് മാത്രമേ സർക്കാർ മറ്റൊരു സ്ഥലത്ത് ചെലവഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ സർക്കാർ ഒരു 3000 കോടി രൂപ പട്ടേൽ പ്രതിമയിൽ ചെലവഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെ എവിടുന്ന് സർക്കാർ ആ 3000 കോടി രൂപ കണ്ടെത്തുന്നില്ല. അത് നമ്മുടെ ടാക്സ് മണിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പണം പ്രിന്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ വഴി സ്വീകരിച്ചായിരിക്കാം, അല്ലെങ്കിൽ കടം വാങ്ങിയിട്ടായിരിക്കാം. എങ്ങനെയായാലും സർക്കാർ വേറെ രീതിയിൽ നിന്നാണ് ആ പൈസ കണ്ടെത്തുക. അപ്പൊ ആ പൈസ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണോ കണ്ടെത്തിയത്, ഏതൊക്കെ എക്കണോമിയുടെ ഏതൊക്കെ ഭാഗത്തു നിന്നാണോ ആ പൈസ എടുത്തിട്ടുള്ളത്, അവിടെയൊക്കെ ഈ പട്ടേൽ പ്രതിമ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ വികസനം ഉണ്ടോ, എന്തൊക്കെ എത്രത്തോളം ജോലി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടോ, അതൊക്കെ എക്കണോമിയുടെ മറ്റൊരു ഭാഗത്ത് അത്രയും ജോലികൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഡാറ്റയിൽ എക്സ്പ്രസ് ആകാൻ വേണ്ടി കഴിയില്ല. കാരണം അത് ജോലി അവിടെ ഉണ്ടാകുമായിരുന്ന ജോലിയാണ് ഇല്ലാതായി പോയത്. അത് ഒരു അൺറിയലൈസ്ഡ് ഇവന്റ് ആണ്. അതിനൊരിക്കലും ഡാറ്റയിൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഇപ്പം ഞാനിപ്പം ഒരു 500 രൂപ എടുത്ത് ഒരു ബിരിയാണി വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 500 രൂപ ഞാൻ ബിരിയാണി വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ ആ ഒരു ആസ്പെക്ട്, അത് ഈ 3000 കോടി രൂപ സർക്കാർ എക്കണോമിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് എടുത്തത്, അത് അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ എന്റെ ശമ്പളത്തിലെ ടാക്സ് ഒരു നിശ്ചിത ശതമാനം എടുത്തിട്ടാണ് സർക്കാർ അത് വാങ്ങുന്നത്. അപ്പൊ അത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ ചെലവഴിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അത് ചെലവഴിക്കരുത്.
അപ്പൊ അത് ഞാൻ അത് ചെലവഴിക്കുമ്പോൾ എന്താണ്, ഞാൻ ഒരു കടക്കാരന് ജോലി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കടക്കാരൻ വാങ്ങുമ്പോൾ കടക്കാരന് കൂടെ കച്ചവടം ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അയാൾ അവിടെ ജോലി കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമായിരുന്നു. അപ്പൊ ആ എഫക്റ്റ് ഒക്കെ ഇല്ലാതായിട്ടാണ് സർക്കാർ ആ പൈസ കളക്ട് ചെയ്തിട്ട് ഇവിടെ ചെലവഴിക്കുന്നത്. അപ്പൊ ഈ പ്രോസസ്സിൽ ആക്ച്വലി സംഭവിക്കുന്നത് സർക്കാർ ബേസിക്കലി ഒന്നും ഈ ജോബ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് സർക്കാർ അല്ല, അത് അവിടെ എക്കണോമിയിൽ മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകുന്ന ജോലി ഈ ഒരു സ്ഥലത്തേക്ക് ഗുജറാത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. പക്ഷെ നമ്മൾ ഈ ഡാറ്റ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫാക്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റ നോക്കിയാൽ നമ്മൾ കാണുന്ന ഇവന്റ്സ് മാത്രം നോക്കിയാൽ പോരാ, നമുക്ക് അത് അതിന്റെ കാണാൻ പറയത്തുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതും നോക്കണം, അതുപോലെ അൺറിയലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കണം. എന്നാൽ മാത്രം നമുക്ക് ഒരു ഇഷ്യൂവിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് ഡാറ്റ മാത്രം വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമുക്ക് അവിടെയാണ് ഡിഡക്റ്റീവ് അപ്രോച്ചിന്റെ പ്രാധാന്യം വരുന്നത്. നമുക്ക് ലോജിക് കൂടി അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡാറ്റ നമ്മൾ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ ഡാറ്റ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി കഴിയും. അത് ഒരു ശരിയായ അപ്രോച്ച് അല്ല. നമ്മൾ ഈ വാദം പറയുമ്പം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഡേറ്റയ്ക്ക് എതിരെ സംസാരിക്കുന്ന ആളുകളാണ് എന്നുള്ള രീതിയിൽ പറയാറ്. അങ്ങനെ ഒരു ഇത് കേട്ടിട്ടുണ്ടാവല്ലോ, ഓൾറെഡി ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും നമ്മൾ ഡേറ്റ മാത്രം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഡേറ്റ ഉണ്ട് ഡേറ്റ ഇല്ല എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ഡേറ്റയിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നമ്മളൊരു തിയറി വെച്ച് നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ബയാസ്ഡ് ആകാതെ നോക്കണം. അപ്പൊ ഡേറ്റ ഉണ്ട് അഥവാ ഇല്ല എന്നുള്ള പോയിന്റ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് എന്ന് നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം കേൾക്കാറുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ട്, തിയറി വേഴ്സസ് ഡേറ്റ എന്ന് പറഞ്ഞൊരു സംഭവം. അത് നമ്മൾ കൂടുതലും ആ ഒരു സംഭവം ഡിസ്കഷനിലേക്ക് വന്നത് നമ്മൾ ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് നമ്മൾ ഡേറ്റയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണ് ആക്ച്വലി ഓസ്ട്രിയൻ എക്കണോമിക്സ്, എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതലും അതിനെപ്പറ്റി അറിയാത്തത്? വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ ഒന്ന് പറയും. ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. മെയിൻ സ്ട്രീം എക്കണോമിക്സ് മുഴുവൻ ബേസിക്കലി അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടത്തിന്, അല്ലെങ്കിൽ ഒരു എക്കണോമി മൊത്തത്തിലായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, അങ്ങനെ വലിയ വലിയ ഒരു കൂട്ടത്തിന്റെ ടേംസിലാണ് അത് എക്കണോമിനെ പഠിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. പക്ഷെ ഓസ്ട്രിയൻ എക്കണോമിക്സ് നേരെ ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയും. ഇപ്പം ഒരു ഇൻഡിവിജ്വൽ നിന്നാണ് ബേസിക്കലി തുടങ്ങുന്നത്. എക്കണോമിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി, ഓരോ സമൂഹത്തിൽ ഓരോ വ്യക്തികളും പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നത് വഴിയാണ് ഒരു എക്കണോമി ഉണ്ടാകുന്നത്. അല്ലാതെ എക്കണോമി ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിന്റെ ആക്ഷൻ, എക്കണോമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ പർപ്പസ്ഫുൾ ആയി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യന്റെ ലക്ഷ്യബോധത്തോടുള്ള പ്രവർത്തനമാണ് എക്കണോമിന്റെ ഏറ്റവും അടിസ്ഥാനം. അപ്പൊ ആ ലക്ഷ്യബോധത്തോടുള്ള മനുഷ്യന്റെ പ്രവർത്തനത്തിന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അതിന്റെ ലോജിക്ക് എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ ആക്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിനെ അത് മനസ്സിലാക്കുക വഴി അതിൽ നിന്ന് ലോജിക്കലി ഡെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എക്കണോമിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഓസ്ട്രിയൻ എക്കണോമിക്സുകൾ പറയുന്നത്. അതായത് ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിസ്റ്റ് അപ്രോച്ചാണ് ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഒരു എക്കണോമിക്സിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് മാത്രമാണോ ഇത് ആൾക്കാരിലേക്ക് എത്താതെ? ഞാൻ ഈ അടുത്തേക്ക് ഒരു പ്രസന്റേഷൻ ചെയ്ത സമയത്ത്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് പ്രസന്റേഷൻ അടുത്തേക്ക് കഴിഞ്ഞ ആഴ്ച ചെയ്ത സമയത്ത് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, BA എക്കണോമിക്സിന്റെ പേപ്പറിൽ ക്യാപിറ്റലിസത്തെ പറ്റിയിട്ട് ഇപ്പൊ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സിന്റെ പേപ്പറുകളിൽ മൊത്തത്തിൽ ഈ ഓസ്ട്രിയൻ എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് അവിടെ ഇല്ല. കൂടുതലും ഉള്ളത് കെയ്നീഷ്യൻ എക്കണോമിക്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോ അതുപോലെ തന്നെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ടുള്ള ടേമിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ എഴുതിയ വർക്കുകളാണ് കൂടുതലും റീഡിംഗ് ലിസ്റ്റിലുള്ളത്. അപ്പം സ്കൂളിലും കോളേജിലും ഇങ്ങനെ ഈ ഒരു സംഭവം പഠിപ്പിക്കാത്തത് കൊണ്ട് അതിനുള്ള എക്സ്പോഷർ കുറഞ്ഞു എന്നുള്ളതാണ്. വിഷ്ണു തന്നെ ഒരിക്കലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, MBA പോലും MBA സർക്കാർ പഠിപ്പിക്കുന്ന MBAയുടെ കാര്യത്തിലാണെങ്കിൽ പോലും, കാരണം MBA എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണല്ലോ ആൾക്കാർ പോകുന്നത്. അവിടെ പോലും പഠിക്കുന്നത് കെയ്നീഷ്യൻ എക്കണോമിക്സ് ആണെന്ന് വിഷ്ണു ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അതും ഒരു കാരണമാകാം ഇത് മെയിൻ സ്ട്രീമിലേക്ക് വരാത്തെന്നുള്ളത്. അതെ, അത് ബേസിക്കലി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് ബേസിക്കലി ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അത് ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ഒട്ടുമിക്ക കൺക്ലൂഷനും ഗവൺമെന്റിന്റെ എക്കണോമിയിൽ നിന്ന് ഒഴിവാക്കിയാലും മാത്രമേ എക്കണോമി നല്ലപോലെ പോകുന്നുള്ളതാണ് ഓസ്ട്രിയൻ എക്കണോമിക്സ് പറയുന്നത്. അപ്പം ഗവൺമെന്റിന് പറയുന്ന സാധനം ഒരിക്കലും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല.
അപ്പം അതെ, ഇപ്പം ആ ഒരു ഉദാഹരണത്തിന് കാരണമാണ് ഗ്രാന്റ് കൊടുക്കുന്ന ഈ- പരിപാടി അല്ലെ, ഓരോ റിസർച്ച് നടത്തുന്നതിനും പഠനങ്ങൾ നടത്തുന്നതിനും ഗ്രാന്റ് കൊടുക്കുക. അപ്പൊ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഗ്രാന്റ് അനുവദിക്കുക എന്ന് പറയുന്നത് നമുക്കത് നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം അത് അതുകൊണ്ടാണ്. ലെഫ്റ്റ് എന്നാലും വരുത്താലും റൈറ്റ് വരുത്താലും സെന്റർ വരുത്താലും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. അതെ അതെ, അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ. പിന്നെ ഈ ഓസ്റ്റിൻ എക്കണോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഹ്യൂമൻ ആക്ഷൻ ഈസ് എ പർപ്പസ്ഫുൾ ബിഹേവിയർ എന്നുള്ള ആണല്ലോ അതിന്റെ മെയിൻ ആക്സിയം. അപ്പൊ അതിനെ പറ്റിയിട്ടും ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ഈ അടുത്തിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഹ്യൂമൻ ആക്ഷൻ പർപ്പസ്ഫുൾ ബിഹേവിയർ ആണെന്ന് പറയുമ്പോൾ മനുഷ്യന് ഇമോഷൻസ് വെച്ചിട്ട് എടുക്കുന്ന തീരുമാനങ്ങളില്ലേ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഒരാൾ കോൺഷ്യസ് ആയിരിക്കുമോ, എല്ലാ മനുഷ്യന്മാരും കോൺഷ്യസ് ആണോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഒന്ന് പറയാം. ഓസ്റ്റിൻ എക്കണോമിക്സ് ബേസിക്കലി തുടങ്ങുന്നത് ലുഡ്വിഗ് വോൺ മീസസ് എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് ആണ് ആക്ച്വലി ഈ ഹ്യൂമൻ ആക്ഷൻ എന്നുള്ള പുസ്തകം എഴുതിയത്. അതാണ് ഓസ്റ്റിൻ എക്കണോമിക്സിന്റെ ആക്ച്വലി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ബുക്ക്. അപ്പൊ ആ ബുക്ക് തുടങ്ങുന്നത് ഹ്യൂമൻ ആക്ഷൻ ഈസ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹ്യൂമൻ ആക്ഷൻ ഈസ് പർപ്പസ്ഫുൾ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീസസ് അവിടെ ഡിഫൈൻ ചെയ്യാണ് എന്താണ് ഹ്യൂമൻ ആക്ഷൻ എന്നുള്ളത്. പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയറിനാണ് അവിടെ ഹ്യൂമൻ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ലക്ഷ്യബോധത്തോടുള്ള മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. പക്ഷെ അതിന്റെ അർത്ഥം മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലക്ഷ്യബോധത്തോടുള്ള കാര്യമാണ്. മനുഷ്യൻ പർപ്പസ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും കോൺഷ്യസ് ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത് അല്ല. അതിനെ മീസസ് അവിടെ ക്ലിയർ ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നുണ്ട്. അപ്പം പർപ്പസ്ഫുൾ ബിഹേവിയറും നമ്മുടെ പർപ്പസ്ഫുൾ അല്ലാത്ത ബിഹേവിയറും ഉണ്ട്. അതിൽ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയറാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. പർപ്പസ്ഫുൾ അല്ലാത്ത നമ്മുടെ ബിഹേവിയർ, നമ്മളിപ്പം നമ്മുടെ ഹൃദയം പിടിക്കുന്നു, ശ്വാസകോശം, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ എണീച്ച് നടക്കുന്നു, നമ്മളൊന്നും ആലോചിക്കാതെ വെറുതെ തലചൊറിയുന്നു, എന്തെങ്കിലും. അപ്പൊ നമ്മൾ കോൺഷ്യസ് അല്ലാതെ, നമ്മൾ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാതെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പർപ്പസ്ഫുൾ അല്ലാത്ത ബിഹേവിയർ ആണ്. അത് ഡിഫറെന്റ് ആണ്. ഇത് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയറിനെ മാത്രമേ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിയിൽ നമ്മൾ ഒരു മനുഷ്യൻ ചെയ്യുന്നത് നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ മാത്രം നമ്മൾ കൺട്രോളിൽ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള ബിഹേവിയർ ഒക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട്, നമ്മളിപ്പോൾ ഒരു മഴ പെയ്യുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഫാൻ കറങ്ങുന്നതോ AC വർക്ക് ചെയ്യുന്നതോ അങ്ങനെ ബാക്കിയുള്ള ഏതൊരു എക്സ്റ്റേണൽ ഇവന്റിനെയും പോലെ തന്നെയാണ് നമ്മൾ പർപ്പസ്ഫുൾ അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ. നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമുക്ക് ഒരു എൻഡ് ഗോൾ വെച്ച് നമ്മൾ ചെയ്യും. നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മുന്നിൽ ഒരു ലക്ഷ്യം മുൻനിർത്തി നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ നമുക്ക് എനിക്കിപ്പം ചായ കുടിക്കാന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കപ്പ് എടുത്തു ചായ കുടിക്കുന്നു. അപ്പൊ ഇത് ഞാൻ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഞാൻ ഇത് കപ്പ് എടുത്ത് ഞാൻ പൊന്തിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ ബേസിക്കലി ഈ ചായ കുടിക്കാൻ വേണ്ടി കപ്പ് പൊന്തിക്കുന്നു എന്നുള്ള ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ അറിയാതെ ഇപ്പൊ കപ്പ് എന്റെ കൈ കപ്പിൽ തട്ടിയതിന്റെ അത് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ അല്ല. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അത് ഡിപെൻഡ് ആണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ ഈ ആളുകൾ റാഷണൽ ആയിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നത്. അപ്പൊ അത് എപ്പോഴും പറഞ്ഞു തുടങ്ങുന്നത് ഈ ആളുകൾ റാഷണൽ ആയിട്ടല്ല തീരുമാനം എടുക്കുന്നതെന്ന് തുടങ്ങുന്നതിന് കാരണം, റാഷണൽ ആയിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്ന എക്സ്പെർട്ടുകൾ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റയുടെ സഹായത്തോടു കൂടിയും അവരുടെ ബുദ്ധി ഉപയോഗിച്ചുമൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന എക്സ്പെർട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെർട്ടുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് രണ്ട് തരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഒന്ന്, ഗവൺമെന്റിന്റെ കാര്യത്തിൽ, ഗവൺമെന്റ് പോളിസീസിന്റെ കാര്യത്തിൽ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള കഴിവില്ല, അപ്പൊ അവിടെ ഗവൺമെന്റ് ഇടപെടണം എന്നുള്ളത്. രണ്ട്, നമ്മൾ ഈ സാമൂഹിക വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ എക്സ്പെർട്ടുകൾ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെ, അങ്ങനെ ഒരു വാദം കേൾക്കാറുണ്ട്. അല്ലാതെ സാധാരണ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള അവര് പറഞ്ഞു നോക്കൂ, ഇവര് പറഞ്ഞു നോക്കൂ. ഇതിനെ പറ്റിയിട്ട് എന്താണ് വിഷ്ണു പറയാൻ? ബേസിക്കലി ഈ എക്സ്പേർട്സ് എന്ന് പറയുന്ന ആൾക്കാർ മനുഷ്യന്മാരാണ്. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പക്ക റാഷണൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ എന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടല്ല ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. പർപ്പസ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ എൻഡ് ഗോൾ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതല്ല അതിന്റെ അർത്ഥം. നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു സാധനം അഭിലാഷിന് വിൽക്കുക എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ബുക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ആ അഭിലാഷിന്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങുക എന്ന് പറയുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആ ബുക്ക് എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നുള്ളത്. ചിലപ്പോൾ ആ ബുക്ക് ഒരു പൊട്ട ബുക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നു.
നമ്മൾ ഒരു 1000 രൂപ ഒക്കെ സിനിമ ടിക്കറ്റിന് മുടക്കി നമ്മളവിടെ സിനിമ കാണാൻ പോയി. സിനിമ മോശം സിനിമ ആയി മാറാം. അതപ്പോ നമ്മള് ആളുകളുടെ റിവ്യൂ ഒന്നും ചോദിക്കാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കാതെ ഒക്കെ നമ്മൾ അതിന് പോയി നമുക്കൊരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ അത് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ഇതൊരു മിനിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അത് എന്ത് രീതിയിലായിക്കോട്ടെ. വളരെ മോശം പടമായിട്ടുണ്ടെങ്കിൽ അത് മലങ്കട്ടി രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആസ്വദിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ പ്രതീക്ഷ നമുക്ക് ഉണ്ടെന്നുള്ളത് മാത്രമേ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുള്ളതുകൊണ്ട് അർത്ഥമുള്ളൂ. അല്ലാതെ ആ എൻഡ് ഗോൾ നമ്മൾ ഒരിക്കലും റാഷണൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. അല്ലെങ്കിൽ നമുക്കിപ്പം കുറെ ചോയ്സ് ഉണ്ട്, അതിൽ നമ്മൾ ഏറ്റവും മികച്ച ഡിസിഷൻ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കും എന്നുള്ളത് ഒരിക്കലും അതിൽ അർത്ഥമാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളിപ്പോ എക്സ്പെർട്ടിന്റെ കാര്യം അത് ഇപ്പം അതുകൊണ്ട് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബയാസുകൾ ഉണ്ട്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് പ്രോസസ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ ബയാസിനനുസരിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുക. ഇതേ കാര്യം തന്നെ നമുക്ക് എക്സ്പെർട്ടിന്റെ കാര്യത്തിലും പറയാം. അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എവിടെയാണ്, എന്താണോ ചെയ്യുന്നത്, എന്താണ് കിട്ടുന്നത്, ആ രീതിയിലായിരിക്കും അവരും പ്രതികരിക്കുക. അവർക്കും അവരുടേതായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടെങ്കിൽ പ്രശ്നമാവുന്ന അവർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊന്ന് മയപ്പെടുത്തിയിട്ടേ പറയുള്ളൂ. അതൊക്കെ അവർ പർപ്പസ്ഫുൾ ആയിട്ട് എടുക്കുന്ന ബിഹേവിയർ ഡിസിഷൻ തന്നെയാണ്. അപ്പം അതെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ കേസിൽ തന്നെ ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്തുകൊണ്ട് മെയിൻ സ്ട്രീം ആകുന്നില്ല എന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ്, അല്ലെ? ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സോവിയറ്റ് റഷ്യയില് ഒരു എക്സ്പേർട്ടും കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാൻ പോകുന്നില്ല, അല്ലെ? ആ സമയത്ത്. അല്ലെങ്കിൽ ഇപ്പൊ മാവോയുടെ കൾച്ചറൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ആരും ഈ കളക്ടിവിസത്തിനെതിരെ ആരും ഒരു എക്സ്പെർട്ട് അഭിപ്രായം പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ സെൻട്രൽ പ്ലാനിങ്ങിനെതിരെ ഒരു തീസിസ് അവിടെ വരില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെർട്ട് എന്ന് വിളിക്കുന്നത് എക്സ്പെർട്ട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ആർക്കും അഭിപ്രായം പറയുന്നത് ആ പറയുന്ന കാര്യത്തിന്റെ മെറിറ്റ് ആണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യത്തിൽ എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യത്തിൽ തെറ്റായിട്ട് വരാം. ഒന്ന്, അല്ലെ? ഇപ്പം എനിക്കിപ്പം അറിയാവുന്ന വിഷയം ഇപ്പൊ ഈ വിഷയത്തിലായിരിക്കും അറിയാവുന്നുണ്ടാവുക, പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ എന്നെ ഒരു എക്സ്പെർട്ട് ആക്കി എടുത്തു എന്ന് കരുതാം. ഞാൻ എക്സ്പെർട്ട് ആക്കി എടുത്തു എന്ന് കരുതാം. പക്ഷെ ഞാനൊരു മെഡിസിൻ ഫീൽഡിൽ പറയുന്ന കാര്യം ശരിക്കും തെറ്റാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്നുമുണ്ട്. ഓരോരുത്തരും സംസാരിക്കുന്ന വിഷയങ്ങൾ വേറൊരു വിഷയത്തിൽ അവർ വളരെ മോശം അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അയ്യോ എന്ന് സംസാരിച്ചു. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ആയുർവേദവും സ്യൂഡോ സയൻസും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ കാര്യത്തിനെ പറ്റിയിട്ട് ചിലപ്പോൾ പുള്ളിക്ക് അത്ര അറിവുണ്ടാകണമെന്നില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് പറഞ്ഞ പോലെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം, ബയാസസ്, നേരത്തെ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് നമ്മുടെ ഈ യൂസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് ഹയക്ക് പറഞ്ഞ ഒരു പ്രശ്നം. നമുക്കൊരിക്കലും ഒരു മൊത്തം ഇൻഫോർമേഷനും കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ്. എത്ര വലിയ എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഡേറ്റ ടൂൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എല്ലാവരുടെയും ഇഷ്ടങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഒരൊറ്റ സംഭവത്തിലേക്ക് ഒതുക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. അത് ഏതെങ്കിലും ഒരു ബുദ്ധിമാനായിട്ടുള്ള എക്സ്പെർട്ട് ആണോ, അയാൾക്ക് എന്തെങ്കിലും ഒരു നല്ല ടൂൾ ഉണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ് അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അത് നമുക്ക് എത്ര ഡേറ്റ അനാലിസിസും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് നടക്കും. എവിടെ നടക്കും? മാർക്കറ്റിൽ നടക്കും, അല്ല? അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രൽ പ്ലാനിങ്ങിനെതിരെ സംസാരിക്കുന്നതും ഓരോരുത്തരെയും അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും വിട്ടുകൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തർ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനും വിഷ്ണുവും തമ്മിൽ ഒരു ഡീലിങ്സ് നടത്തുമ്പോൾ വിഷ്ണു എനിക്ക് എന്താണോ വിൽക്കുന്നത്, ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. എനിക്ക് അച്ചടി മഷിയുടെ വില കൂടിയെന്നോ പേപ്പറിന്റെ വില കൂടിയെന്നോ ഒന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ഞാൻ കൊടുക്കുന്ന പൈസയെക്കാളും മൂല്യം, അല്ലെ? എനിക്ക് ആ ഒരു നടക്കുന്നുണ്ടോന്ന് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അപ്പൊ പ്രൈസ് എന്ന് പറയുന്ന സംഭവം നോക്കിയിട്ടാണ് നമ്മളത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഞാനും വിഷ്ണു തമ്മിലുള്ള എനിക്ക് ആ പ്രൈസ് മാത്രം അറിഞ്ഞാൽ മതി. വിഷ്ണു അതേസമയം വിഷ്ണു ഈ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പേപ്പർ മേടിക്കുകയും പേന മേടിക്കുകയും, വിഷ്ണുവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ പേപ്പറിന്റെയും പേനയ്ക്കും വിഷ്ണുവിന് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും അവര് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളുടെ മാത്രം അറിവുണ്ടായാൽ മതി എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കലാണ്. അവരാണ് നമ്മൾ ഇമ്മീഡിയറ്റ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ എക്സ്പെർട്ടുകൾ. അപ്പൊ എക്സ്പെർട്ട് പ്ലാനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ നോളജിന് അനുസരിച്ച് അവര് പ്ലാൻ ചെയ്യുന്നതാണ്.
എന്റെ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ ഞാനാണ്. എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും എന്റെ കാര്യങ്ങൾ നന്നായി അറിയില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്റെ കാര്യവും ഈ ലോകത്തുള്ള ഈ രാജ്യത്തുള്ള എല്ലാവരുടെയും കാര്യവും ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് എക്സ്പെർട്ടുകളുടെ എന്നുള്ളത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അഭിപ്രായം പറയുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും എക്സ്പെർട്ടുകൾക്ക് അവരുടേതായ ബയാസുകൾ ഉണ്ടെന്നും ഈ എക്സ്പെർട്ട് അല്ല ആര് പറഞ്ഞാലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുക അതിന്റെ ഒബ്ജക്ടിവിറ്റി നോക്കിയിട്ടാണ്. അതിന്റെ അത് എത്രമാത്രം ശരിയാണ്, ലോജിക്കലി എത്ര ശരിയാണ്. അഭിലാഷ് നേരത്തെ ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് മറ്റൊരു ഫീൽഡിൽ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് പറയാന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് അതേ ഫീൽഡിൽ തന്നെ പറയുന്ന കാര്യവും ശരിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നമുക്ക് ഇപ്പൊ അറിയാം, എക്കണോമിക്സ് അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയാലും ഒരു സാമൂഹ്യ വിഷയത്തിനെ പറ്റി ഏതൊരു അഭിപ്രായം പറയുമ്പോഴും രണ്ട് സൈഡിലും നിന്ന് പറയുന്നത് പല രീതിയിലുള്ള എക്സ്പെർട്ടുകൾ ഉണ്ട്. പലതരത്തിലുള്ള എക്സ്പെർട്ടുകൾ രണ്ട് എക്സ്ട്രീംലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെർട്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പേർട്ടിനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ എക്സ്പേർട്ട് പറയുന്നത് ആണ് ശരിയാവാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് എക്സ്പേർട്ടിനെ കേൾക്കും എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വെക്കുന്നത് ബേസിക്കലി അവർക്ക് ഏതാണോ അവരുടെ ബയാസ്, ആ ബയാസിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന എക്സ്പേർട്ട് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ എക്സ്പേർട്ടിനെ മാത്രം കേൾക്കുകയും മറ്റുള്ള എക്സ്പേർട്ടിനെ ഒഴിവാക്കുകയാണ് അവർ അവിടെ ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു വിഷയത്തിൽ പറയുന്നത് ആ വിഷയത്തിൽ തന്നെ എക്സ്പേർട്ട് ആണ്. സോറി പറഞ്ഞു. അല്ല, ബേസിക്കലി ഞാൻ പറയാൻ വന്നത് ഒരു വിഷയത്തിൽ തന്നെ വളരെയധികം എക്സ്പേർട്ട് ആണെന്ന് ഒരാൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരാൾ ഒരു വാദം ഉന്നയിക്കുകയാണ്, അത് ഇന്ന എക്സ്പേർട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വാദം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി അയാൾ ഉദ്ദേശിക്കുന്ന അവിടെ ഒരു അപ്പീൽ ടു അതോറിറ്റി ഫാലസിയാണ് ബേസിക്കലി. കാരണം ആ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആ പേപ്പർ കുറെ ആൾക്കാർ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയതുകൊണ്ടോ, അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ ഇടയിൽ അതിന് കൂടുതൽ കോൺസെൻസസ് ഉള്ളതുകൊണ്ടോ ഒന്നും അത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിലുള്ള കണ്ടന്റ് വെച്ചിട്ട് തന്നെ ആ പേപ്പർ ശരിയാവും. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് പറഞ്ഞ അഭിപ്രായം ശരിയാവണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ അഭിപ്രായത്തിൻ്റെതായ നിലയിൽ തന്നെ അത് ശരിയാവും. അല്ലാതെ എക്സ്പെർട്ട് തന്നെ പറയണമെന്നില്ല. ഇപ്പം തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ കാര്യം പറഞ്ഞു, അത് ഐൻസ്റ്റീൻ പറഞ്ഞതുകൊണ്ടാണ് ശരിയെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റീൻ എന്താണോ കാര്യങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ഒരു 10ാം ക്ലാസ്സിലുള്ള ആള് പറഞ്ഞാൽ പോലും ആ സംഭവം ശരിയാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം, സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യണം അതിന്റെ. ഈ എക്സ്പെർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ ഇപ്പം ഈവൺ എക്സ്പെർട്ട് ഒരു സംഭവം അയാളുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് വന്നാലും സാമൂഹ്യ വിഷയങ്ങളിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്, അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങളാണ് കൂടുതലെന്ന് കണ്ടുപിടിച്ചാലും ഏതെങ്കിലും ഒരു സർക്കാർ ആ പോളിസി എടുക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംതിങ് ലൈക്ക് സബ്സിഡി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി നമ്മുടെ കർഷക മേഖലയ്ക്ക് പ്രശ്നമാണ്, കാർഷിക ബില്ലാണ് വേണ്ടത് എന്നുള്ളതാണെങ്കിലും ജനങ്ങള് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ബില്ല് പിൻവലിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഡെമോക്രാറ്റിക് ഒരു സിസ്റ്റത്തിലെ ആ കാര്യങ്ങൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം വോട്ട് കിട്ടുക, ഇൻസെന്റീവ്സും കൺസ്ട്രെയിൻസും വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ നമ്മൾ എക്സ്പെർട്ട് എന്ന് പറഞ്ഞപ്പം എക്സ്പെർട്ടുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് മെജോറിറ്റി വോട്ടാണ് തീരുമാനിക്കപ്പെടുക, അല്ലെ? നമുക്കറിയാം നമ്മളുടെ മെജോറിറ്റി ആയിട്ടുള്ള പല ആശയങ്ങളും ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള, കാരണം മതം പോലെയുള്ള, ജാതി പോലെയുള്ള, അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുടെ മെജോറിറ്റി. ഇതേ മെജോറിറ്റിയുടെ ചില ഈ കാര്യങ്ങളൊക്കെ ശരിയാകും എന്നുള്ള വിശ്വാസത്തിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ ഇൻഡിവിജ്വൽസ് വേഴ്സസ് കളക്റ്റീവ് എന്ന് പറഞ്ഞ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഇൻഡിവിജ്വൽസ് പറയുന്നതിനോട് നിൽക്കുന്നത്. ഈ കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കലി ഈ കളക്റ്റീവിന് ഡിസിഷൻസ് എടുക്കാനുള്ള പ്രശ്നം, ഈവൺ ഇഫ് ദേ ഹാവ് കറക്റ്റ് ഇൻഫോർമേഷൻ ആണെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും അത് നടപ്പിലാക്കാൻ പറ്റില്ല. എപ്പോഴും നടപ്പിലാകുന്നത് എന്താണോ പോപ്പുലർ അതാണ് നടപ്പിലാകുക എന്നുള്ളത്. നമുക്കത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഡെമോക്രസിക്ക് ഒരുപാട് മുമ്പുള്ള സിസ്റ്റത്തെക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ആരും ഈ ഡെമോക്രസിയുടെ ഈ പ്രശ്നങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാവില്ല, അല്ലെ? ഡെമോക്രസി ആരും തൊടാൻ പാടില്ല, അതൊരു വിശുദ്ധ പശുവാണ്. അപ്പം ലൈക്ക് ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡെമോക്രസിയെക്കാട്ടിലും നല്ലൊരു സിസ്റ്റമാണ് ഇൻഡിവിജ്വൽസ്. അപ്പൊ ആൾക്കാർ പലപ്പോഴും അതിന് പറയുന്ന ഒരു ന്യായം, ഇൻഡിവിജ്വൽസിന് നമുക്കെല്ലാം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പല വലിയ കാര്യങ്ങളും നടക്കില്ല, വലിയ തരത്തിലുള്ള കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഇപ്പൊ മനുഷ്യന് പരസ്പരം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു രീതിയുണ്ട്. ആൾക്കാരെ ഫോഴ്സ് ഉപയോഗിച്ച് മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇവിടുന്ന് അത് ഹൈവേ ആകാം, വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആകാം, എന്ത് കാര്യമാണെങ്കിലും. പക്ഷെ ആക്ച്വലി
ഒരു കാര്യവും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം മറ്റുള്ളവരോട് സഹകരിച്ച് വോളണ്ടറി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ സംസാരിച്ച് വന്നപ്പം ഈ നമ്മൾ അറിയാണ്ട് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഇപ്പൊ മാർക്കറ്റ് ഒരു ഒറ്റമൂലിയാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എല്ലാം ചെയ്യാൻ ഗവൺമെന്റ് വേണം, ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസോ വേണം, സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻഡിവിജ്വൽസിലേക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് വിഷ്ണു, ഈ മാർക്കറ്റ് ഒറ്റമൂലിയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നേരിടുക? മാർക്കറ്റ് നല്ല ഒറ്റമൂലി നല്ലൊരു സാധനം ഇല്ല. നമുക്ക് ഒരു സാധനത്തിന് ഇപ്പം തോമസ് ഓവൽ പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള വാചകമുണ്ട്, ദർ ആർ നോ സൊല്യൂഷൻസ് തോമസ് ഓൺലി ഓവലിന്റെ ട്രേഡ്. കാര്യം പറയാൻ പാടില്ല. തോമസ് ഓവലില് ഭയങ്കര പ്രശ്നമാണ്, അറിയാലോ. അപ്പം പറഞ്ഞു. ഒരു കാര്യത്തിനും പെർഫെക്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. നമുക്ക് എപ്പോഴും ഉള്ളത് ട്രേഡ് ഓഫ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ മിനിമം വേജിന്റെ എക്സാമ്പിൾ തന്നെ നമ്മൾ പറഞ്ഞു, അതിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഇപ്പം നമ്മള് സൊല്യൂഷൻ ആയിട്ടാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ബേസിക് നെസസിറ്റിക്കുള്ള വേതനം പോലും ലഭിക്കുന്നില്ല. അപ്പം അതൊരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നത്തിന് ഇവരാണ് സൊല്യൂഷൻ വെക്കുന്നത്. അത് മിനിമം വേജ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇത് കിട്ടുന്നുള്ളൂ. പക്ഷെ ബേസിക്കലി അവിടെ ഒരു ട്രേഡ് ഓഫ് ആണ് നടക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ആദ്യം ഉള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ആ പ്രൊഡക്ടിവിറ്റി, ഒരാളുടെ പ്രൊഡക്ടിവിറ്റി എത്രയാണോ ആ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചുള്ള വേജ് അയാൾക്ക് കിട്ടുക എന്നുള്ളത് ആണ് ഒരു പോസിബിൾ സൊല്യൂഷൻ. പക്ഷെ അത് വളരെ കുറവായിരിക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ മിനിമം വേജ് നിയമം നടപ്പിലാക്കി. അത് നടപ്പിലാക്കി കഴിഞ്ഞാലുള്ള ട്രേഡ് ഓഫ് എന്താണ്? ഇത് ഒന്നുകിൽ അയാൾ അൺഎംപ്ലോയിഡ് ആവാം, അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ ജോലി കിട്ടാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. ഇൻ ദ സെൻസ് ആ സ്കില്ലില്ലാതെ ഇരിക്കുമ്പോൾ അയാൾക്ക് വീണ്ടും പുതിയ ജോലിയിലേക്ക് കയറാൻ, വളരെ സ്കില്ല് കുറഞ്ഞ ആളുകൾക്ക് വീണ്ടും ജോലിയിലേക്ക് കയറാൻ വളരെയധികം കഷ്ടപ്പെടാവുകയും ചെയ്യുന്നു. അപ്പം അവരുടെ കയ്യിലുള്ള ആൾട്ടർനേറ്റീവ് ഒന്നുകിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുക. അപ്പൊ ഇത് രണ്ട് ഉള്ളതിൽ അവർ ബെറ്റർ ആയിട്ടുള്ള ട്രേഡ് ഓഫ് അവരെടുക്കുന്നതാണ്. അപ്പം ബേസിക്കലി ആരാണ് ഈ ഇതിൽ ഡിസിഷൻ എടുക്കേണ്ടത്? ഒന്ന് ഈ എക്സ്പേർട്ട് പറയുന്നു ഇന്ന ശമ്പളത്തിൽ മാത്രം ഉള്ള ജോലി മതി, അല്ലെങ്കിൽ ഈ 500 രൂപ മിനിമം എല്ലാവർക്കും കൊടുക്കണം, അല്ലാതെ വേറെ ഒരു ജോലിയും നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഐ മീൻ അതിലും താഴെ വേതനത്തിൽ ആർക്കും കൊടുക്കാൻ വേണ്ടി പാടില്ല. അപ്പം അത് ഒരു എക്സ്പെർട്ടിന്റെ ഡിസിഷൻ ആണ്. അവിടെ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഒരാൾ ഡിസൈഡ് ചെയ്യുന്നത് ഇതാണ് ആളുകൾക്ക് നല്ലതെന്നുള്ളത്. പക്ഷെ നമ്മൾ അതിന് പകരം ആളുകൾ തന്നെ പരസ്പരം അതിനുള്ള ഡിസിഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ അവരുടെ ട്രേഡ് ഓഫ് ഏതാണ് ബെറ്റർ ട്രേഡ് ഓഫ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒന്നുകിൽ എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കുന്നതാണോ, അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്യുന്നതാണോ, ഏതാണ് നല്ലത് എന്നുള്ളത്, ഏത് ട്രേഡ് ഓഫ് ആണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുക അതാത് ഇൻഡിവിജ്വൽസിനാണ്. കാരണം അവരുടെ സാഹചര്യം കറക്റ്റ് ആയിട്ട് അവർക്ക് മാത്രമേ മനസ്സിലാവൂ. അപ്പൊ അതിന് പകരം ഇതിൽ ബേസിക്കലി നമ്മൾ സൊല്യൂഷൻ ആയിട്ട് വെക്കുന്നത് വേറൊരാള് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിയാലിറ്റി നമുക്ക് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ബേസിക്കലി ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഈ റെഗുലേഷൻ വരുമ്പോൾ റെഗുലേഷൻ ആക്ച്വലി ശരിക്കും ഒരു ഒറ്റമൂലിയായിട്ട് പറയുന്നത്. എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഗവൺമെന്റ് ഇടപെടുക. നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഗവൺമെന്റ് ഇടപെടുന്നതാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെ ഫെയിൽ ആവുന്നു അവിടെയൊക്കെ ഗവൺമെന്റ്. അതെ, അതാണ് ആക്ച്വലി ഒറ്റമൂലി. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ട്രേഡ് ഓഫ് മാത്രമാണുള്ളത്. ആ ഏത് ട്രേഡ് ഓഫ് എടുക്കണം എന്നുള്ളത് ഒന്നുകിൽ നമ്മൾ തീരുമാനിക്കണോ അതോ എക്സ്പെർട്ട് തീരുമാനിക്കണോ, അതാണ് ഇവിടെ ബേസിക്കലി ഉള്ള ക്വസ്റ്റ്യൻ. അതെ, ആക്ച്വലി മാർക്കറ്റിന് വേണ്ടി വാദിക്കുന്ന ആരും മാർക്കറ്റ് ഒറ്റമൂലിയാണെന്ന് പറയാറില്ല. പക്ഷെ മാർക്കറ്റിന് വേണ്ടി വാദിക്കുന്നവര് മാർക്കറ്റ് ഒറ്റമൂലിയാണ് എന്ന് പറയുന്നതിന് ഒരു ഫാലസിയാണ്. ആ ഫാലസിക്ക് പറയുന്നവരാണ് നിർവ്വാണ ഫാലസി എന്ന് പറയുന്നത്. അതായത് ഇവര് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ലോകത്തുള്ള എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ പറയാണ്, നിങ്ങൾ ഫ്രീ മാർക്കറ്റിലേക്ക് പോകും, ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു എന്നൊരു വാദം പറയും. അതായത് ഇതൊരു നിർവ്വാണയാണ്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അങ്ങനെ ഒരു വാദം ഒരു ഫ്രീ മാർക്കറ്റ് വാദിക്കുന്ന ആളും മുന്നോട്ട് വെക്കില്ല. നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മറ്റു നമ്മുടെ എല്ലാ ജീവിത വ്യവഹാരങ്ങളുടെ ആകത്തുകയാണല്ലോ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഓരോരുത്തരെയും സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഇമ്മീഡിയറ്റ് നോളജ് വിലയിലൂടെ മനസ്സിലാക്കി അയാൾ തീരുമാനങ്ങൾ എടുക്കുന്ന സിസ്റ്റമാണ് ബെറ്റർ ദാൻ പ്ലാൻഡ് ആയിട്ടുള്ള എക്കണോമീസിനും മിക്സ്ഡ് എക്കണോമീസിനെക്കാട്ടും നല്ലതെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ന്യായം.
അതിന്റെ അർത്ഥം നമ്മൾ ഫ്രീ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, എല്ലാവർക്കും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയൊന്നുമല്ല. അവിടെയും ഈ ഫ്രീ മാർക്കറ്റിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നഷ്ടം ലാഭം എന്നുള്ള കണക്കിൽ തന്നെയാണ്. അവിടെ ഈ ഫ്രീ മാർക്കറ്റ് ആണെങ്കിൽ തന്നെ ഒരു 100 ആൾക്കാർ ബിസിനസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ 20 ആൾക്കാർ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 80 ആൾക്കാരും പരാജയപ്പെടും. റിയാലിറ്റിനെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരു സ്വർഗ്ഗം അല്ല അത്. ഒരു സ്വർഗമല്ല അത്. പ്രശ്നങ്ങളെല്ലാം അതേപോലെ ഉണ്ടാവും. അപ്പം കൂടുതൽ മെച്ചപ്പെട്ട സിസ്റ്റം ഏതാണ് എന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യുക. ഈ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ട്. ആർക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും, അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതെ അതെ. അപ്പം ഈ അങ്ങനെയുള്ള ഈ പറഞ്ഞ നിർവാണ ഫാലസി എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ അവർ പറയുന്ന, ഇപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിന് വേണ്ടി വാദിക്കുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യമാണ് പലപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഐഡിയോളജിസ്റ്റുകളാണ്, നിങ്ങൾ എപ്പോഴും ഈ ഒരു ഐഡിയോളജി മാറ്റേ കാണുന്നുള്ളൂ, നിങ്ങൾ മറ്റേ സൈഡിലേക്ക് ഒന്നും സമ്മതിക്കുന്നില്ല, യഥാർത്ഥത്തിൽ മിക്സ്ഡ് എക്കണോമി അല്ലേ നല്ലത്, ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മോശമൊന്നും അല്ലല്ലോ, മിക്സ്ഡ് എന്നുള്ള ഒരു സംഭവം കൊണ്ട് ഈ മിക്സ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവം ആണ് യഥാർത്ഥത്തിൽ ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ ഉള്ളത് മിക്സ്ഡ്. നിങ്ങൾ മിക്സ്ഡ് എക്കണോമിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾ പിന്നെ വാദിക്കേണ്ട കാര്യമില്ല, അല്ലെ? ഇപ്പോ ഒരു സോഷ്യലിസ്റ്റ് ആണെങ്കിൽ അയാൾ വാദിക്കേണ്ട കാര്യമുണ്ട്, കാരണം എങ്ങും സോഷ്യലിസ്റ്റ് കാര്യമായിട്ടില്ല, വളരെ ചെറിയ 1-2 രാജ്യങ്ങളിലും ഒക്കെയാണ്. പക്ഷെ സോഷ്യലിസത്തിന്റെ എലമെന്റ്സ് എല്ലായിടത്തും ഉണ്ട്. അതേസമയം മിക്സ്ഡ് എന്നാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് കോ നിലനിർത്താനാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എല്ലായിടത്തും മിക്സ്ഡ് തന്നെയാണ്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഈ മിക്സ്ഡ് ആണെങ്കിലും ഇതിനെ ഇങ്ങോട്ട് പോകാതെ പിടിച്ചു കെട്ടണം എന്നുള്ള ഒരു ഇതുണ്ട്. അതായത് ഈ ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ തന്നെ പറയുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ക്യാപിറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീ മാർക്കറ്റ് വാദം, ഗവൺമെന്റ് കുറച്ച് വേണം എന്നുള്ള വാദം പറയുന്ന ഒരു ആൾക്കാരുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഗവൺമെന്റിനെ നമുക്ക് ഡേറ്റ ഉപയോഗിച്ചും ഗവൺമെന്റിനെ പറഞ്ഞു മനസ്സിലാക്കിയും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഗവൺമെന്റ് സോൾവ് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് ആക്ച്വലി ഒരു ഐഡിയോളജിയാണിത്, ഗവൺമെന്റ് എന്ന് പറയുക. കാരണം അത് അവർ മനസ്സിലാക്കാത്ത കാര്യം ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നവരുടെ ഇൻസെന്റീവ്സും കൺസ്ട്രെയിൻസും ഒക്കെയാണ് മനസ്സിലാക്കാത്തത്. അവർ ഡെമോക്രാറ്റിക് പ്രോസസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന പല തീരുമാനങ്ങളുടെയും തിക്തഫലങ്ങൾ അവരനുഭവിക്കേണ്ട, അല്ലെ? ലോങ് ടൈമിൽ ഒരു മോശം ഫലമാണെങ്കിലും അവരത് അനുഭവിക്കാതെ അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും അവർക്ക് എടുക്കാം. കാരണം അവരെ സംബന്ധിച്ചുള്ള 5 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ അവർ എങ്ങനെ ജയിക്കാം, എങ്ങനെ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രയോറിറ്റി, എങ്ങനെ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ചുറ്റും കാണുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഈ പറഞ്ഞ പോലെ ഈ ഇൻഎഫിഷ്യൻസീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ടുള്ള വാദവും അതൊക്കെ പ്രാക്ടിക്കൽ ആണെന്നും, അതേസമയം മാർക്കറ്റിന് വേണ്ടി വാദിക്കുന്ന വാദങ്ങൾ മാത്രം ഐഡിയോളജിക്കലും ആണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് മാർക്കറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്, കമ്പയർഡ് ടു ദിസ് സിസ്റ്റം മിക്സ്ഡ് എക്കണോമി ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ധാർമ്മികമായിട്ട്, പിന്നെ നമ്മൾ പറയുന്നത് ടെക്നിക്കലി പ്രാക്ടിക്കലി അത് എന്തുകൊണ്ട് ബെറ്റർ ആകുന്നു എന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏത് മിനിമം വേജിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലും മാർക്കറ്റ് ഒരു വിലയിലേക്ക് എത്തുകയാണ്. അതാണ് ഓരോരുത്തർക്കും വേണ്ടത്, അതാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും ജോലിക്കാരുണ്ട്, അതുകൊണ്ടാണ് അയാളെ ശമ്പളം കൊടുക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ശമ്പളം വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആലോചിക്കാത്ത ഒരു കാര്യമാണ്, അത്രയും ആൾക്കാർ ആ ജോലി ചെയ്യാനുണ്ടാവും ചിലപ്പോ. അപ്പൊ അത്രയും ആൾക്കാർ ആ ജോലി ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അത് അവര് മനസ്സിലാക്കും. ഒരു സ്ഥലത്ത് ശമ്പളം കുറവും വേറൊരു സ്ഥലത്ത് ശമ്പളം കൂടുതൽ എന്നുള്ളതിന്റെ അർത്ഥം അത് തന്നെ മാർക്കറ്റ് ആക്ച്വലി ഒരു സിഗ്നൽ ആണ് തരുന്നത്. നിങ്ങൾ ശമ്പളം കുറവുള്ള ശമ്പളം കൂടുതലുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ജോലി, ആ സേവനമാണ് സമൂഹം ഏറ്റവും കൂടുതൽ അവിടെ അറ്റ് ദ മൊമെന്റ് വാല്യൂ ചെയ്യുന്നത്. അപ്പം അവിടെ ആ ഒരു സേവനം നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ് ലഭിക്കും. അതാണ് ആ ഒരു സിഗ്നലാണ് ശമ്പളം കൂടുന്ന ശമ്പളം കൊണ്ട് മാർക്കറ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളം കാണിക്കുന്നത് ഈ ഒരു ജോലി മാർക്കറ്റിന് ആവശ്യമാണ്. അതെ അതെ. തെർമോമീറ്റർ എക്സാമ്പിൾ, ഈ പറഞ്ഞ പോലെ ഏത് ജോലിക്കാണ് പോകേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ഈവൻ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും ഗവൺമെന്റ് ഇടപെടുകയും ഗവൺമെന്റ് എക്സ്ട്രാ ഇത് ചെയ്തു കൊടുക്കുകയും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടൽ പലതരത്തിലാണല്ലോ. ടാക്സ് കൂട്ടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അല്ലെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് നിങ്ങൾ ടാക്സ് കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ നാളെ അവിടെ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനെ അത് ബാധിക്കുകയാണ്. അപ്പം ഏത് കാര്യത്തിനെയും എങ്ങനെ തങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് പൊളിറ്റീഷ്യൻസ് തീരുമാനിക്കുമ്പോൾ ഈ സിഗ്നൽസ് ഒക്കെ ഒരുപാട് കറക്റ്റഡ് ആകും.
അപ്പൊ കറക്റ്റ് സിഗ്നൽസ് ആൾക്കാർക്ക് കിട്ടാതാവും. അതാണ് ഈ മിക്സ്ഡ് എക്കണോമിയുടെ പ്രശ്നം. പിന്നെ മിക്സ്ഡ് എക്കണോമിയുടെയും ഈ റെഗുലേറ്റഡ് എക്കണോമി എന്നൊക്കെ പറഞ്ഞ ഒരു സൊല്യൂഷനായിട്ട് വെക്കുമ്പോഴുള്ള പ്രശ്നം, പലപ്പോഴും ഈ റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു നല്ലതാണെന്നൊരു ധാരണയുണ്ട് ആൾക്കാർക്ക്. പക്ഷെ അതിന്റെ ഒരു മോശം വശം ആൾക്കാർ കാണുന്നില്ല. ഏതു റെഗുലേഷൻ ആണെങ്കിലും, നേരത്തെ വിഷ്ണു മിനിമം വേജിന്റെ കാര്യത്തിൽ വാൾമാർട്ടിന്റെയും അവരെ ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു. ഏത് ആണെങ്കിലും, ഈവൻ സബ്സിഡി ആണെങ്കിലും എന്താണെങ്കിലും പ്രഷർ ഗ്രൂപ്പുകളായിരിക്കും അത് ആദ്യം കൈക്കലാക്കുക എന്ന് പറയും. അപ്പൊ പ്രഷർ ഗ്രൂപ്പുകൾക്ക് കൈക്കലാകാതെ റെഗുലേറ്ററി ക്യാപ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അത് എപ്പോഴും ഏത് റെഗുലേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും തങ്ങളുടെ അഡ്വാൻറ്റേജിനനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ പ്രഷർ ഗ്രൂപ്പുകൾക്ക്, അത് ഈ വലിയ കോർപ്പറേറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് വോട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കാം. അപ്പൊ അവരെ ഒന്നും പിണക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് പണ്ട് ഇവിടെ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ തരത്തിലുള്ള താരിഫ് ഉണ്ടായിരുന്നു. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാർ, അപ്പൊ ഇവര് പറയുന്ന ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ആ ഇറക്കുമതി ഇത് എടുത്തു കളയാനായിട്ട് ഇവിടെയുള്ള പ്രൊഡ്യൂസേഴ്സ് സമ്മതിക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് അത് ബെനിഫിറ്റ്. കാരണം പുറത്തുനിന്ന് ഒരു സാധനം വന്നില്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന സാധനമേ വിൽക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അത് കൂടുതലും കൈക്കലാക്കുന്നവരായിരിക്കും ഇവിടെയുള്ള വലിയ സംരംഭകരായിരിക്കും അത് സ്വന്തമാക്കുക. ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. സബ്സിഡി എടുത്തോട്ടെ, ഈ പറഞ്ഞ മിനിമം വേജ്, എന്ത് കാര്യത്തിലാണെങ്കിലും അത് സംഭവിക്കും. അപ്പൊ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പം യഥാർത്ഥത്തില് ഈ മിക്സ്ഡ് എക്കണോമി എന്ന് പറയുന്നതാണ് ഒറ്റമൂലി. അതായത് അവര് പറയുന്നത് മിക്സ്ഡ് എക്കണോമിയെ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. മറ്റേ ഒരു വശമേ ചിന്തിക്കാൻ പാടില്ല. മിക്സ്ഡ് എക്കണോമി എന്ന് പറഞ്ഞ ടേം തന്നെ വേഗമാണ്. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. 1:99 ആണോ, അതോ 99:1 ആണോ, അത് 50-50 ആണോ, 60-40 ആണോ, ഏത് രീതിയിലാണ് മിക്സ് ചെയ്യുന്നതെന്നുള്ള അവരെ അതൊന്നും പറയുന്നില്ല. അത് അപ്പോഴത്തെ ഡാറ്റ നോക്കി എന്തെങ്കിലും പറയാം. അങ്ങനെയുള്ള ഒരു വളരെ വികലമായിട്ടുള്ള ഒരു വാദമാണ് പറയുന്നത്. അപ്പൊ ഏത് ഭാഗത്ത് ഏത് റെഗുലേഷൻ ആണ് നല്ലത്, ഏത് റെഗുലേഷൻ ആണ് വേണ്ടാത്തത്, ആ ഒരു രീതിയിൽ അത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള മിക്സഡ് എക്കണോമി എന്ന് പറയുന്ന ആരും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതെ അതെ. ഫ്രീ മാർക്കറ്റ് വേറൊരു ന്യായമാണ്. ഈ ഫ്രീ മാർക്കറ്റിലെ എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. വലിയൊരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ. ആൾക്കാരൊന്നും സഹകരിക്കില്ല എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു ന്യായമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെല്ലായിടത്തും കാണുന്നത് മിക്സ്ഡ് എക്കണോമി ആണെങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ അളവ് കൂടുതലുള്ള സ്ഥലത്ത് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് രീതിയിൽ സൊസൈറ്റീസ് മുന്നോട്ട് പോകുന്നു. ഓർഗനൈസ്ഡ് ആയിട്ട് മാത്രമൊന്നുമല്ല, സമാധാനം, ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലൊക്കെ എക്കണോമിക് ഫ്രീഡമായിട്ട് വലിയ രീതിയിലുള്ള കോറിലേഷൻ ഉണ്ട്. ഈവൻ നിങ്ങൾ കോറിലേഷൻ എടുക്കുന്നില്ലെങ്കിൽ പോലെ അത് നേരെ തിരിച്ചുള്ള കോറിലേഷൻ ആണല്ലോ. ഫ്രീഡം കൂടുന്നതിനനുസരിച്ചിട്ട് പ്രശ്നം കൂടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഇതാണ്. നമ്മൾ ഡാറ്റ നോക്കുന്നതിനെ പറയുന്നത്. അപ്പൊ ഡാറ്റ നോക്കുന്ന ആളുകൾ ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒക്കെ മനഃപൂർവ്വം ഒഴിവാക്കേണ്ടത്. എക്കണോമിക് ഫ്രീഡം കൂടുന്തോറും ആ രാജ്യങ്ങൾ മെച്ചപ്പെട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് ഡാറ്റ തന്നെ കാണിക്കുന്നത്. അപ്പൊ ആ ഡാറ്റ എടുക്കുന്നില്ല അവരിപ്പം. അതിന്റെ അർത്ഥം കൂടുതൽ ഫ്രീ ആകുന്നതാണ് ബെറ്റർ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. പക്ഷെ അവര് പറയുന്നില്ല. ഇപ്പൊ ഫ്രീ മാർക്കറ്റ് ഇവിടെ അല്ല, എല്ലാ സ്ഥലത്തും റെഗുലേറ്റഡ് ആണ് എക്കണോമി ഉള്ളത്. അതുകൊണ്ട് റെഗുലേറ്റഡ് എക്കണോമി ശരിയാണ്. ആ ഒരു രീതിയിലാണ് വാദം പോകുന്നത്. അതാണ് എന്റെ. അതെ. അപ്പം ശരി, റെഗുലേറ്റഡ് എക്കണോമിയുടെ പ്രശ്നങ്ങളും ദോഷങ്ങളും അതേസമയം ഗുണങ്ങളും രണ്ടും കൂടെ പറഞ്ഞിട്ട് ഓക്കെ എന്നതിന് ശേഷം സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രീ മാർക്കറ്റ് ഈസ് എ പ്രോബ്ലം, അല്ലെ, ഇങ്ങനൊരു റെഗുലേറ്റഡ് എക്കണോമി ഉണ്ടെങ്കിലേ നടപ്പിലാവൂ എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ റെഗുലേഷൻ ഉണ്ടായാലേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കോറിലേഷൻ ഒന്ന് പ്രസന്റ്ലി ഇതിനാണ്, അതുകൊണ്ട് ഇത് ശരിയാണ്. അല്ലെങ്കിൽ ഇത് എന്താ പറയാ, മിക്സഡ് ഫ്രീ മാർക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് ആയിട്ട് ഒരു രാജ്യം ഇല്ല, അതുകൊണ്ട് ഫ്രീ മാർക്കറ്റ് തെറ്റാണ്. ആ ഒരു രീതിയിൽ പറഞ്ഞത് വിഷ്ണു. അതിന്റെ കാര്യത്തിൽ ഈ ഫ്രീ മാർക്കറ്റ് തെറ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, വേറെ വലിയ തരത്തിലുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ മാർക്കറ്റ് നമ്മൾ കുറച്ചുനാൾ ട്രൈ ചെയ്തു, ഫ്രീ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഫെയിലായി, അവസാനം ഗവൺമെന്റ് രക്ഷയ്ക്ക് എത്തി, അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നവരും ഉണ്ട്. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന പോലെ ഗ്രേറ്റ് ഡിപ്രഷൻ ആണെങ്കിലും ഒക്കെ, അപ്പൊ നമ്മള് ഈ 2008 ആണെങ്കിലും ഒക്കെ, അപ്പം ഈ ഗവൺമെന്റ് ഒരു രക്ഷകനായിട്ട് വന്നതിന് ശേഷമാണ് രക്ഷപ്പെടുത്തിയെടുത്തതെന്നുള്ളതാണ്. അവിടെയാണ് ഈ കെയ്നീഷ്യൻ എക്കണോമിക്സ് ഒക്കെ, ക്യാപിറ്റലിസത്തിനെ രക്ഷിക്കാൻ വന്ന ആളാണ് കെയ്ൻസ് എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇടപെട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നൊരു ഇതുണ്ട്. അപ്പം അയാളത് അന്ന് മുതലേ ഉള്ള ഒരു മിത്താണത്. ആക്ച്വലി ഒരു അന്ധവിശ്വാസമാണ് അത്. ഫ്രീ മാർക്കറ്റ് ഫെയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയാണുള്ളത്. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് നല്ല രീതിയിൽ ഒരു മാർക്സിസ്റ്റ് ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട് ഈ ഒരു
വഴിയിലേക്ക് പോയതെന്നുള്ളതാണ്. ഈ പ്രോഗ്രസീവ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ലിബറൽ എന്ന വാക്കിനെ തന്നെ ഹൈജാക്ക് ചെയ്യുന്നതിനകത്ത് നല്ല രീതിയിൽ ഒരു സോഷ്യലിസം ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ഈ റഷ്യയിലും മറ്റു കാര്യങ്ങളും ആ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യം അങ്ങോട്ട് പോകുമോ എന്നുള്ളത് ഒരു പേടി. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് രീതിയിലേക്ക് കുറച്ച് കൺട്രോൾ പോയി. രണ്ട്, അതിനോട് ഇൻഫ്ലുവൻസ് ഉള്ളവർ അത് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഇൻഇക്വാലിറ്റീസ് കാര്യങ്ങളൊക്കെ അന്ന് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സമയത്ത് ഇതേപോലെ നമുക്കറിയാം. ഇന്ന് ഇങ്ങനെയായിരുന്നെങ്കിൽ അന്ന് ഇതിനെക്കാട്ടിലും കൂടുതൽ പറയാം. കാരണം അന്ന് കൂടുതൽ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തായതുകൊണ്ട് അന്നത്തെ ദാരിദ്ര്യത്തിനൊക്കെ കാരണം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. ഉറപ്പായിട്ടും 19-ാം നൂറ്റാണ്ടിലൊക്കെ അത് വളരെ വേഗത്തിൽ വിറ്റു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത് പോകുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഒരു മാർക്കറ്റ് മുഴുവനായി കൊളാപ്സ് ചെയ്യണം. അതിന്റെ അർത്ഥം ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നല്ല. വീണ്ടും അങ്ങോട്ട് അവര് പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല നമ്മൾ ഗവൺമെന്റിലേക്ക് പോയത്. അതിന് വേറെ കാരണങ്ങളാണുള്ളത്. ഈ 2008 ക്രൈസിസ് നമ്മുടെ ഡാറ്റയുടെ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. ആക്ച്വലി ബേസിക്കലി ഈ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് 2008 ക്രൈസിസ് വന്നു, അതുകൊണ്ട് തന്നെ ഫ്രീ മാർക്കറ്റ് ഫെയിൽ ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലായി, അതിനെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് വന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇവര് ഈ ഒരു എന്താ പറയാ, ഇവര് നോക്കുന്ന ഡാറ്റ, ഇവരെ വിചാരം ഇവിടെ മൊത്തം ഫ്രീ മാർക്കറ്റ് ആയിട്ടാണ് ഈ ക്രൈസിസ് നടന്നതെന്നുള്ളത്. ബേസിക്കലി എല്ലാവരുടെയും മിക്സഡ് എക്കണോമിയാണ്. പക്ഷെ അവര് മിക്സഡ് എക്കണോമിന്റെ ആരാധകരാണെങ്കിലും മിക്സഡ് എക്കണോമിനെ കുറ്റം പറയില്ല, റെഗുലേഷൻസ് ഉള്ളതുകൊണ്ടാണെന്നൊന്നും പറയില്ല. 1996 തൊട്ട് 2000 അറൌണ്ട് 51,000 റെഗുലേഷൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ അതൊന്നും ഇത് റെഗുലേഷന്റെ പ്രശ്നമായിട്ടൊന്നും അവർ കാണില്ല. അവർക്ക് വേണ്ട നറേറ്റീവ് എന്താണ്? ഫ്രീ മാർക്കറ്റ് പ്രശ്നമാണ് സ്ഥാപിക്കാൻ. അപ്പൊ 2008 ക്രൈസിസ് ഉണ്ടായി, അത് ഫ്രീ മാർക്കറ്റിന്റെ കാര്യമാണ്. അങ്ങനെ നമുക്ക് എന്ത് ഡാറ്റ ആണ്, എന്ത് കൺക്ലൂഷൻ ആണോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ഡാറ്റനെ മോൾഡ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ നറേറ്റീവും നടക്കുന്നത്. അതെ, ഓക്കെ. നമുക്കിപ്പം എന്തായാലും ഒരുപാട് സമയമായി. നമുക്ക് ഇതേപോലെ വീണ്ടും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. നമുക്ക് എനിക്കൊന്ന് മൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു വിഷ്ണു. ഒരുപാട് ലേറ്റ് ആയി അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക്സ് വിഷ്ണു. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ശരി. ഞാൻ എൻഡ് ചെയ്യട്ടെ റെക്കോർഡിങ്.